നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര. അരുണാചലനാഥായ ശാന്തചൈതന്യരൂപിണേ അഹങ്കാരവിനാശായ രമണായ നമോ നമഃ. എല്ലാവരെയും ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഒരു വലിയ എന്താ പറയുക തിരിച്ച് വരവ് പോലെയാണ് തിരുവണ്ണ നാരായണ ആശ്രമത്തിലേക്കുള്ള വരവ്. ഞാൻ ഈ അടുത്തുള്ള ലയൺ സ്കൂളിലാണ് LKG തൊട്ട് 4ാം ക്ലാസ് വരെ പഠിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം കാണുന്ന ആശ്രമം ഇതാണ്. അന്നദാനം എന്ന് പറഞ്ഞ ഒരു മഹാദാനം എന്താണെന്ന് മനസ്സിലാക്കിയത് ഇവിടുന്നാണ്. കുടുംബത്തിന് ഇവിടെ സ്ഥിരമായിട്ട് അന്നദാനം കൊടുക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നതുകൊണ്ട് വർഷത്തിൽ ഒരു 4 തവണയെങ്കിലും അമ്മയുടെ കൂടെയോ അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെയൊക്കെ ഞാനിവിടെ വരലുണ്ടായിട്ടുണ്ട്, വളരെ ചെറുപ്പത്തിൽ. അതിനുശേഷം കുറച്ച് തനിയെ സഞ്ചരിക്കാൻ തുടങ്ങിയ സമയത്തും ഈ അന്വേഷിച്ച് തുടങ്ങുന്ന കാലത്തും ആദ്യം ഞാൻ എത്തിപ്പെടുന്ന സ്ഥലങ്ങളിലൊന്നും വിജ്ഞാനരമണി ആശ്രമമാണ്. അന്ന് ആശ്രമത്തിൻ്റെ രൂപം ഇങ്ങനെയൊന്നുമല്ല. ഷൺമുഖേട്ടനെ അനുസ്മരിക്കുന്നു. ഇവിടെ ഈ അന്നത്തെ പഴയ ഹാളിലിരുന്ന് ലൈബ്രറി പുസ്തകങ്ങളുടെ കാറ്റലോഗ് എഴുതുക തുടങ്ങിയിട്ടുള്ള പണികളൊക്കെ ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിച്ചു കൂട്ടിയ ഒരു സ്ഥലം കൂടിയാണ്. അതേപോലെ തന്നെ ഇവിടെ വേദിക് മാത്തമാറ്റിക്സിൻ്റെ റെഗുലറായിട്ട് ക്ലാസ്സുകൾ നടന്നിരുന്നു ഒരു കാലത്ത്. അതിൽ ആദ്യ ബാച്ച് തൊട്ടിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ്. കാരണം അന്ന് നമ്മുടെയൊക്കെ നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരുടെയൊക്കെ ഒരു അന്നത്തെ സ്ഥിതി ഈ എൻട്രൻസിന് പഠിക്കുക എന്നൊരു സംഭവം. അപ്പോൾ IIT എഞ്ചിനീയറിംഗ് കോച്ചിങ്ങുകൾക്കൊക്കെ വേദിക് മാത്തമാറ്റിക്സ് വളരെ യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്തിട്ടാണ് വിക്ടോറിയ കോളേജിൽ നിന്നൊക്കെ ഞങ്ങൾ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നിരുന്നത്. ഇല്ലെങ്കിൽ ആരും പഠിക്കാൻ പറ്റില്ല. പക്ഷേ അന്നത്തെ എനിക്ക് ഇന്ന് കാണുന്ന ഒരു വ്യത്യാസം പറഞ്ഞിട്ട് ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകും. അന്ന് കൂടുതൽ ചെറുപ്പക്കാർ വരാറുണ്ട്. ആ ചെറുപ്പക്കാരുടെ മധ്യവയസ്സും അതിന് മുകളിലുള്ളവരാണ് ഇന്നുകൂടി ഇരിക്കുന്നത്. എനിക്ക് പലരെയും അറിയാം. നമ്മുടെ ഇന്നത്തെ ചെറുപ്പക്കാർ സ്വാമിജി പറഞ്ഞ മാതിരി ഭൂമിയിലെ അല്ലാത്തതുകൊണ്ട് അറിയുന്നില്ല എവിടെയാണ് അവർ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. വാസ്തവത്തിൽ അദ്ദേഹം ഇത്ര നേരം പറഞ്ഞത് മുഴുവൻ കേൾക്കേണ്ടത് ആ തലമുറയാണ്. നമ്മൾ ഇപ്പുറത്തെത്തിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇപ്പോൾ ലാസ്റ്റ് മക്കളെ വളർത്തേണ്ടത് കൃഷ്ണൻ രാധയായിട്ട് കണ്ട് വളർത്തുക എന്നല്ലാതെ ബന്ധത്തിൽ കുടുങ്ങിയിട്ട് വളർത്തരുതെന്ന് പറഞ്ഞത് കേൾക്കേണ്ടത് ആ തലമുറയാണ്. നമ്മുടെ തലമുറ അതിൻ്റെ ഭീകരതകളൊക്കെ അനുഭവിച്ച് ഇപ്പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഏറ്റവും വലിയ സങ്കടം അതാണ്. അതായത് നമുക്ക് മഹർഷീശ്വരന്മാർ തന്നിട്ടുള്ള അറിവ് മുഴുവൻ കിട്ടുന്ന കാലമാകുമ്പോഴേക്കും നമുക്കത് പ്രയോജനപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക്. അതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ഭയാനകമായിട്ട് അവസ്ഥ. ചെറുപ്പക്കാരെ അന്വേഷിക്കണില്ല എന്ന് ഞാൻ പറയില്ല. കാരണം എൻ്റെ ചെറിയ അനുഭവം വെച്ചിട്ട് വളരെ സ്പാർക്കുള്ള കുട്ടികളുണ്ട്. അവര് യഥാർത്ഥ സ്ഥലങ്ങളിൽ എത്തിപ്പെടുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടൊരു കാര്യമാണെന്ന് മാത്രം. രമണ ഭഗവാന്റെ 146ാമത്തെ ഈ ജയന്തി ഇത്രയും വർഷം എടുക്കേണ്ടി വന്നു. ഒരുപക്ഷെ എനിക്ക് ഇങ്ങനെ വന്നിരുന്ന ഭഗവാനെ കുറിച്ച് സംസാരിക്കാൻ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒന്ന് ഇവിടുന്ന് ആയതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിഞ്ഞുനോട്ടമാണ് വന്ന വഴിയിൽ. നമ്മൾ പറയില്ലേ, അതായത് ഈ തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് പോവുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. അതിൽ നമുക്ക് ഒരുപാട് അടി കിട്ടും. ആ അടിയിൽ നമ്മൾ പഠിക്കണം. നമ്മളെ ചിലപ്പോൾ തീയിലിട്ട് ചുടും, ചില സമയത്ത് എന്താ പറയുക ആശ്വസിപ്പിക്കും, കുളിർമഴ പെയ്യിപ്പിക്കും, ഇതൊക്കെ ഉണ്ടാവും. വിവിധമായിട്ടുള്ള അനുഭവങ്ങളുണ്ടാവും. ആ അനുഭവങ്ങളിൽ നിന്നൊക്കെ ആ സത്യത്തെ മാത്രം എങ്ങനെയാണോ ഹംസം പാലിന്ന് വേണ്ടത് വേർതിരിച്ചെടുക്കുന്നത് അതുപോലെ ചെയ്യാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കുമെന്നും അത് നമ്മുടെയൊക്കെ ജന്മാവകാശമാണെന്നും എത്രയോ മഹാത്മാക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ
ഒരു മഹാരാജഹംസം തന്നെയായിരുന്നു സാക്ഷാത് രമണ മഹർഷി. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിനെ രമണ ഭഗവാൻ എന്ന് വിളിക്കും. ഭഗവാൻ എന്ന് അദ്ദേഹത്തിനെ വിളിക്കാനും സുബ്രഹ്മണ്യ സ്വാമിയുടെ അവതാരമാണ് അദ്ദേഹം എന്ന് പറയാനും ഒക്കെ കാരണം ആ ബ്രഹ്മസ്വരൂപിയായിട്ട് അദ്ദേഹം ഇരുന്നതുകൊണ്ടാണ്. വാക്കുകൊണ്ട് എന്തു പറഞ്ഞറിയിക്കാൻ സാധിക്കില്ലയോ അതിനെ മൗനം കൊണ്ട് മാത്രം പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞ ദക്ഷിണാമൂർത്തി തന്നെയായിരുന്നു രമണ മഹർഷി. ഒരു കുട്ടി ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് വീടിൻ്റെ കോലായിൽ കിടക്കുന്ന സമയത്ത് ഞാൻ പല പ്രഭാഷണങ്ങളും സാധാരണ സ്ഥിരം അനുസ്മരിക്കാറുള്ള ഒരു കഥയാണ്. പെട്ടെന്ന് ആ കുട്ടിക്ക് തോന്നുന്നുണ്ട് താൻ മരിച്ചു പോകുന്നു. അതിൻ്റെ ഒരു വെപ്രാണത്തിൻ്റെ അപ്പുറത്തേക്ക് ആ കുട്ടി തിരിച്ചറിയണം. തൻ്റെ ശരീരം തനിക്ക് കാണാം, തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, പിന്നെ എന്താ സംഭവിച്ചത്? ആ ഒരു നിമിഷം ഉണ്ടാവുന്ന ഒരു ഉൾക്കാഴ്ച, ഒരു സ്ഫോടനം, ഒരു തിരിച്ചറിവ്, അതിൽ നിന്നാണ് രമണൻ ഉണ്ടാകുന്നത്. ആത്മാവിൽ രമിക്കണവനായിട്ട് മാറുന്നത് അവിടെ. പിന്നെ അന്വേഷണമാണ്. താൻ ഇരിക്കേണ്ടത് ഇവിടെയല്ല, മറ്റെവിടെയാണോ അങ്ങനെയാണ്. വീട്ടിൽ അമ്മയ്ക്ക് എന്തോ ഒരു കച്ചവടക്കാരൻ വീട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നാണ് അരുണാചലം എന്ന വാക്ക് ആദ്യം കേൾക്കുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ കയറുന്ന ട്രെയിൻ പോലും തെറ്റിപ്പോകുന്നുണ്ട്, പക്ഷെ ചെന്നിറങ്ങുന്നത് തിരുവണ്ണാമലയിൽ തന്നെയാണ്. 13 വയസ്സുള്ള കുട്ടി ആ ഭഗവാന്റെ രാജഗോപുരങ്ങൾ കടന്നു പ്രാകാരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ശ്രീകോവിലിൻ്റെ മുന്നിൽ ചെന്നപ്പോൾ അത് ഒഴിഞ്ഞു കിടക്ക്, അവിടെ ആരും ഇല്ലാതിരിക്കുകയും അദ്ദേഹം ശ്രീകോവിലിനുള്ളിൽ ചെന്നിട്ട് എൻ്റെ അപ്പനേന്ന് പറഞ്ഞിട്ട് ചെന്ന് ആ ശിവലിംഗത്തിനെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കഴിക്കുകയും ധാരധാരയായിട്ട് കണ്ണീരൊഴുക്ക്, അതിനുശേഷം തിരിഞ്ഞു നോക്കാണ്ട് ഇറങ്ങി നടക്കുകയും ചെയ്തു. പിന്നെ തിരുവണ്ണാമലയിൽ ജീവിച്ച കാലം മുഴുവൻ രമണ മഹർഷി അരുണാചലേശ്വരനെ കാണാൻ പോയിട്ടില്ല. നമുക്കാണ് ഗുരുവായൂരപ്പനെയും പത്മനാഭസ്വാമിയും വൈക്കത്തപ്പനെയും ഏറ്റുമാനൂരപ്പനെയും അല്ലെങ്കിൽ തിരുവണ്ണാമലയിലും ഒക്കെ എല്ലാ മാസവും പോകേണ്ട ആവശ്യമുള്ളത്. പാകപ്പെട്ടവൻ ഒറ്റത്തവണ പോയാൽ എന്ത് കിട്ടും, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ അവിടേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാവർക്കും അങ്ങനെ ആവാൻ സാധിക്കില്ല. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മങ്ങളിൽ നമ്മളെ പോലെ തന്നെ കടന്നു വന്നിട്ടുണ്ടാവും. കാരണം പാകപ്പെടാത്ത ഒരു ആത്മാവും ആ അവസ്ഥയിലെത്തില്ല. അതുകൊണ്ട് ആരും ഒരു മോശം അവസ്ഥയിലൊന്നുമില്ല. ഞാൻ പല പ്രഭാഷണങ്ങളും പറയുവാൻ നമ്മൾ ഓരോരുത്തർ ചിലർ നമ്മൾ LKG-യിലായിരിക്കും പഠിക്കുന്നത്, ചിലർ UKG-യിലായിരിക്കും, ചിലർ 4ാം ക്ലാസ്സിലായിരിക്കും, ചിലർ 10ലായിരിക്കും, ചിലർ ഡിഗ്രി ആയിട്ടുണ്ടാവും, ചിലർ PG ആയിട്ടുണ്ടാവും, ചിലർ PhD ആയിട്ടുണ്ടാവും, ചിലർ അതും കടന്നിട്ടുണ്ടാവും. PhD കഴിഞ്ഞവൻ LKG-യിൽ ഇരിക്കണവനെ നോക്കിയിട്ട് പരിഹസിക്കാൻ പാടില്ല. LKG-യിൽ ഇരിക്കുന്നവൻ ഈ PhD-യിൽ ഇരിക്കുന്നവൻ പറഞ്ഞതൊക്കെ നോൺസെൻസാണ്, ഇത്രയൊക്കെ ഉള്ളൂ എന്നും പറയാനും പാടില്ല. അത്രയും അനന്തവിശാലമായിട്ടുള്ള സാധ്യതകളാണ് ഈ മഹാധർമ്മം നമുക്ക് തന്നിട്ടുള്ളത്. മഹർഷിയെക്കുറിച്ച് അനുസ്മരണ പ്രഭാഷണം നടത്തുക എന്നുള്ള ഉദ്ദേശത്തിലല്ല വാസ്തവത്തിൽ ഞാൻ വന്നത്. എൻ്റെ അടുത്ത് ഞാൻ മാഷോട്, സ്വാമിനാഥൻ മാഷോട് ചോദിച്ചു, മാഷെ ഞാൻ എത്ര സമയം സംസാരിക്കണം? കാരണം നിങ്ങൾക്ക് സ്ഥിരം കേൾക്കുന്നവർക്ക് അറിയാമല്ലോ, 2-3 മണിക്കൂറാണ് സാധാരണ മതി. പറഞ്ഞു 1 മണിക്കൂർ മതി. ശരത്തിൻ്റെ മുമ്പ് സ്വരൂപാനന്ദ സ്വാമിയുടെ ക്ലാസ് ഉണ്ട്. ഞാൻ പറഞ്ഞു സ്വാമിയുടെ ക്ലാസ് കേൾക്കുക എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ടുള്ളത്, ഞാൻ അതിന് വരാം, പ്രഭാഷണം വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. അല്ല അങ്ങനെയല്ല, വേണമെന്ന് പറഞ്ഞു, സന്തോഷം. അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിന്തിച്ച ഒറ്റ കാര്യം, ആ പ്രായത്തിൽ ഞാൻ അന്വേഷിച്ച് നടന്നതിൻ്റെ ഒരു സമ്മപ്പം എന്താണ്, അത് ഞാനിവിടെ പറയാം. ഇതിൽ കവിഞ്ഞ് നല്ലൊരു വേദി ഇല്ലാന്ന് എനിക്ക് തോന്നി. സോ എൻ്റെ സ്ഥിരം രീതി പോലെ ഞാൻ നോട്ട് എടുത്തിട്ടാണ് വരാറ്. നോട്ടൊന്നും മാറിപ്പോവും, എന്നാലും അതവിടെ മുന്നിലില്ലെങ്കിൽ മഹതിക്രമം, കാരണം അതൊരു ഘടന അവിടെ വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ പറഞ്ഞതാവില്ല. അതുകൊണ്ട് മാത്രം ഇപ്പം പണ്ടേ വളരെ ചെറുപ്പത്തിലെ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇപ്പോഴും ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് സാക്ഷാത്കാരത്തിനുള്ള വഴിയുണ്ട്. ഇവിടെ ഇരിക്കണം, കുടുംബത്തിലിരിക്കണം, എല്ലാ പ്രാരബ്ധങ്ങളുടെ അകത്ത് തന്നെ ഇരുന്നു കൊണ്ട് എങ്ങനെ ഇത് അനുഭവിക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ഇനി ചക്രത്തിലേക്ക് തിരിച്ചു വരാതിരിക്കാം, എങ്ങനെ ഈ ഫയൽ കൃത്യമായിട്ട് ക്ലോസ് ചെയ്യും. ഈ ഫയൽ ക്ലോസിംഗ് ആണ് എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഒരു പദ്ധതിയിലും പെടാത്ത പോലെയുള്ള അതിലളിതമായിട്ടുള്ള ഒരു മാർഗം, ഒരു മുത്തശ്ശൻ, ഒരു കൗപീനം മാത്രം എടുത്തൊരു മുത്തശ്ശൻ്റെ ഒരു ഫോട്ടോ ആയിട്ട് എൻ്റെ മുന്നിൽ വന്നു. ആ ഭഗവാൻ എന്ത് നമ്മളെ പഠിപ്പിച്ചു
എന്ന് അന്വേഷിച്ച് പോയപ്പോൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ. ആത്മവിചാരം ചെയ്യുക എന്ന് നമ്മൾ പറയും. അതിനെ നമ്മൾ ഇന്ന് പറഞ്ഞ് ഒരു ക്ലീഷേ എന്ന് നമുക്ക് പറയാവുന്ന അവസ്ഥയിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ 2 വാക്കാണ്. രമണ ഭഗവാൻ എന്താ പറഞ്ഞത്? ഞാൻ ആരെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അതിപ്പോൾ ക്ലീഷയായി. എന്തുകൊണ്ടത് ക്ലീഷയായത്? പറഞ്ഞ് ഇതിലെത്ര പേരത് പ്രാവർത്തികമാക്കി എന്നുള്ള ചോദ്യം ഉള്ളതുകൊണ്ട് ക്ലീഷയാവുന്നു. എത്രയോ സത്സംഗങ്ങൾ നടക്കുന്നു, സകല സ്ഥലങ്ങളിലും പറഞ്ഞു എന്താ രമണ ഭഗവാൻ പറഞ്ഞത്? ഇതാണ് പറഞ്ഞത്. ഇത് അദ്ദേഹത്തിനെ വായിക്കുന്നവർ, തുടരുന്നവർ ഒക്കെ ആവർത്തിച്ച് പറഞ്ഞു. ഇനി അദ്ദേഹത്തിനെ കുറിച്ച് ഒന്നും അറിയാത്തൊരു ജനവിഭാഗം ഇവിടെയുണ്ട്. ഇവിടെ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. കഴിഞ്ഞ ഒരു 3-4 ദിവസം മുമ്പ് അതിരൂക്ഷമായ ഭാഷയിൽ, ഞാൻ അങ്ങനെ എഴുതാത്തതാണ്, ഞാൻ ഫേസ്ബുക്കിൽ എഴുതേണ്ടി വന്നു. കേരളത്തിലൊരു രാഷ്ട്രീയ ചാനലിൻ്റെ വെബ്സൈറ്റിൽ, ഫേസ്ബുക്കിൽ രമണ ഭഗവാന്റെ 146-ാം ജയന്തിയുടെ അനൗൺസ്മെന്റ് വന്നപ്പോൾ അതിൻ്റെ താഴെ എഴുതിക്കൂട്ടിയ അസഭ്യങ്ങളും, എന്താ പറയുക, മലയാളി എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക് അധപ്പതിച്ച ഒരു ജനതയാണ്, ഇത്ര ശപിക്കപ്പെട്ടൊരു ജനതയാണ്, ഈ ഒരു ഹോപ്പുമില്ല നമുക്ക്, കുരുത്തക്കേടിൻ്റെ ഹൈറ്റ് എന്ന് നമുക്ക് തോന്നുന്ന വിധത്തിൽ ഉള്ള കുറേ രംഗങ്ങളുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താ വെച്ചാൽ, എല്ലാവരും ലോട്ടറി ടിക്കറ്റിൻ്റെ പുറകെ പോയപ്പോൾ ഒരാൾ പോലും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ലോട്ടറി ടിക്കറ്റിൽ വന്ന ആ ആഭാസമായിട്ടുള്ള ചിത്രത്തിനെ രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കുക എന്നല്ലാണ്ട് ധർമ്മത്തിന് വേണ്ടിയോ രമണ ഭഗവാന് വേണ്ടിയോ സംസാരിക്കാൻ അധികം പേരെ കണ്ടില്ല. അതൊരു വാസ്തവമാണ്. അത് വളരെയധികം വേദനിപ്പിക്കുകയും ചെയ്യും. ആ ഭാഷയിൽ എനിക്ക് ആശ്രമത്തിൻ്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കാൻ പറ്റില്ല. അറിയാം, സാധാരണ എൻ്റെ പ്രഭാഷണം കേൾക്കുന്നവർക്കറിയാം എത്ര മൂർച്ചയിൽ പോകാറുണ്ടോ. പക്ഷെ എന്നാലും അതൊന്നും സൂചിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. പ്രതികരിക്കേണ്ട സ്ഥലങ്ങളിൽ, ധർമ്മത്തെ അപമാനിക്കുന്ന സ്ഥലങ്ങളിൽ പ്രതികരിക്കേണ്ടത് ഏത് എന്താ പറയുക, നമ്മുടെ സന്തുലിതാവസ്ഥയും തകർക്കൊന്നുമില്ല. അതിനെ പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കുക തന്നെ വേണം എന്ന് മാത്രം ഓർമ്മ. അപ്പം അദ്ദേഹം പഠിപ്പിച്ച ആ ഞാൻ ആര് എന്നുള്ള ആ ചോദ്യം വാസ്തവത്തിലൊരു ഡയറക്റ്റ് പ്രാക്ടീസാണ്, നേരിട്ടുള്ള ഒരു സാധനയാണ്. ഇത് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല സാധനങ്ങളിലും സംഭവിക്കണം എന്താണെന്ന് വെച്ചാൽ, ആ സാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്ന അനുഭവം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഒരു മുൻവിധിയോടെയാണ് നമ്മൾ കയറുന്നത്. ദാറ്റ് വി വിൽ എക്സ്പീരിയൻസ് ദിസ്, വി വിൽ ബി ഗെറ്റിംഗ് ദിസ് വിഷൻ, ഇങ്ങനെയൊക്കെയുള്ള മുൻവിധികളോട് കൂടിയിട്ടാണ് കയറുന്നത്. രമണ ഭഗവാന്റെ സാധനാ പദ്ധതിയിൽ അനുഭവങ്ങൾ വാരിക്കൂട്ടാൻ വേണ്ടിയിട്ടേ. ഇപ്പം നിങ്ങൾ കാളി സാധന ചെയ്യണം, അല്ലെങ്കിൽ ശിവസാധന ചെയ്യണം, അല്ലെങ്കിൽ നാരായണ സാധന ചെയ്യണം, ഇഷ്ടദേവതാ സാധനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ആ മൂർത്തിയുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള പല മാറ്റങ്ങളും ശരീരത്തിലുണ്ടാവും. കാഴ്ചകൾ കാണും, ശബ്ദങ്ങൾ കേൾക്കും, പലതും ഉണ്ടാവും. അപ്പൊ ആ അനുഭവം മുൻപ് കിട്ടിയിട്ടുള്ള ഒരാൾ പറഞ്ഞു വെച്ചതോ അല്ലെങ്കിൽ ഗുരുനാഥൻ പറഞ്ഞു തന്നതോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് നമ്മൾ ഈ ജപം ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, അത് ഇതുകൊണ്ടാണോ ഗുരുനാഥ എന്ന് ചോദിക്കുക. ഈ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അനുഭവങ്ങൾ വാരിക്കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതല്ല, നേരെ മറിച്ച് ഈ അനുഭവിക്കുന്നു എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ആ ആളെ ഇല്ലാണ്ടാക്കാൻ കിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് കിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ അനുഭവം അന്വേഷിച്ച് നടക്കുന്ന, ഈ അനുഭവിക്കുന്ന ആളെ തന്നെ ഇല്ലാണ്ടാക്കാനാണ് വാസ്തവത്തിൽ ഈ ഞാൻ ആര് എന്നുള്ള നേരിട്ടുള്ള സാധന നമ്മളെ പഠിപ്പിച്ചത്. അത് അഭിവന്ദ്യരായിട്ടുള്ള ജീവിതത്തിനെ തന്നെ ത്യജിച്ചിട്ടുള്ള, ശരീരത്തെ വിരജാഹോമം കഴിച്ച് ത്യജിച്ചിട്ടുള്ള സന്യാസിവര്യന്മാർക്ക് മാത്രമല്ല, ഗൃഹസ്ഥർക്കും രമണ ഭഗവാൻ അത് നന്നായിട്ട് ഉപദേശിച്ചിട്ടുണ്ട്. അതായത് ഇത് അത്രയും ഒരു ഹൈറ്റ് ഓഫ് വൈരാഗ്യം വന്നവർക്ക് ആ ഘട്ടത്തിൽ മാത്രം ചെയ്യാൻ എന്ന് അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല. ഇതൊരു സിദ്ധൌഷധമാണ്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു ഒറ്റമൂല്യം. പക്ഷെ പ്രോബ്ലം എവിടെ വെച്ചാൽ ഇതിനെ നമ്മൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണു എന്നുള്ളതാണ്. കാരണം ഇത് ശരിയായിട്ടും ലളിതമായിട്ടും ചെയ്യാൻ ഉള്ള പ്രായോഗികമായിട്ടുള്ള രീതികളെ കുറിച്ച് നമുക്കിന്ന് കാര്യമായിട്ട് ബോധ്യമില്ല. അനുഭവിച്ചവന് ഞാനിത് അനുഭവിച്ചു എന്ന് പറയാൻ
സാധിക്കാത്ത ഒരു അവസ്ഥയാണ് വാസ്തവത്തിൽ ആത്മസാക്ഷാത്കാരം. അവിടെ വാക്കുകളില്ല. ഭാഗവതത്തിൽ തന്നെ ഇപ്പോൾ ശ്രുതിഗീതയിൽ പറയുന്നില്ല, വേദങ്ങൾ പറയുന്നില്ല, ഞങ്ങൾ തോറ്റു മടങ്ങുന്നതിൻ്റെ അപ്പുറത്താണ് അവിടെ നിന്ന് നിൽക്കണം ഭഗവാന്റെ അടുത്ത്. വേദങ്ങൾക്ക് പോലും സ്തുതിക്കാൻ പറ്റുന്നില്ല. എന്താണത് എന്ന് നമുക്ക് പറഞ്ഞുതരാൻ സാധിക്കുന്നില്ല. പണ്ട് പോൾ ബ്രണ്ടൻ്റെ ഒരു റൈറ്റിംഗ് ഉണ്ട് പ്രസിദ്ധമായിട്ടില്ല. രമണ ഭഗവാൻ ആ ഹാളിൽ ഇരിക്കുന്ന സമയത്ത്, ഇതിന് ഞാൻ ചില പ്രഭാഷണങ്ങളിൽ സ്ഥിരം പറയാറുള്ള, മറ്റു പല കോണ്ടെക്സ്റ്റുകളും പറയാറുള്ള ഒരു കഥയാണ്. എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടൊരു കഥയാണ്. എല്ലാവരും മൗനമായിട്ടിരിക്കുന്നു, രമണ ഭഗവാനും മൗനമായിട്ടിരിക്കുന്നു. മണിക്കൂറുകൾ നീളുന്ന മൗനമാണ്. അവിടെ സത്സംഗം മൗനത്തിലാണ്. സ്വാമിജി തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഈ മൗനത്തിനെ ഭേദിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഈ സംസാരിക്കുന്നത്. വാക്കുകൾ വെച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. ആ മൗനത്തിൻ്റെ കടലിങ്ങനെ ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് ഒരാൾ മുന്നിലിരുന്നിട്ട് ഒരു പുസ്തകം തുറന്നു വെച്ച് കാര്യമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് മൗനത്തിൻ്റെ മൗനമൂർത്തിയായിട്ടുള്ള ആ ബ്രഹ്മവിത്തായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മുന്നിൽ മൗനമായിട്ടിരിക്കാതെ ഒരു പുസ്തകം എടുത്തിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. അപ്പോൾ ഭഗവാൻ ആ പുസ്തകത്തിലേക്ക് ഇടയ്ക്ക് നോക്കുന്നുണ്ട്, ഇയാൾ എന്തേ വായിക്കുന്നതെന്ന്. പിന്നെ ഏതോ ഒരു നിമിഷത്തിൽ ചോദിച്ചത്രേ, അങ്ങ് എന്താ വായിക്കണമെന്ന് ചോദിച്ചു. ഉടനെ തന്നെ സ്വാമിജിയല്ലേ മഹർഷിയല്ലേ ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും പേരുടെ മുന്നിൽ തൻ്റെ താൻപോരിമ കാണിക്കാനുള്ള ഒരു അവസരം കിട്ടി അദ്ദേഹത്തിന്. ഉടനെ തന്നെ ഞാൻ വായിക്കുന്നത് യോഗവാസിഷ്ഠമാണ്. അപ്പോൾ ഉടനെ മഹർഷി ചോദിച്ചത്, ഓ അങ്ങനൊരു പുസ്തകം ഉണ്ടോ? അത് കേട്ടതോടുകൂടി ഇദ്ദേഹത്തിന് വീണ്ടും ഈഗോ കൂടിയേ, മഹർഷിക്കറിയാത്തൊരു പുസ്തകം ഞാൻ വായിക്കണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ആ പുസ്തകം, പിന്നെ അങ്ങനെ ഒരു പുസ്തകമുണ്ട്, വാസിഷ്ഠ രാമായണം എന്നാ പറയുക. ശ്രീരാമസ്വാമിക്ക് ഉപദേശിച്ചു കൊടുത്തോളം പറഞ്ഞിട്ട് ദീർഘപ്രസംഗം തന്നെ നടത്തി. മൗനത്തിൽ ഇരുന്നവരൊക്കെ ബ്രാഹ്മണന്റെ കുട്ടികൾ മരിച്ചു വീണതുപോലെ സന്താനഗോപാലത്തിലെ ബ്രാഹ്മണന്റെ കുട്ടികളൊക്കെ ബ്രഹ്മാകാര വൃത്തിയാണെന്ന് പറയുക. ഭൂസ്പർശം വന്നാൽ ലൗകികം തൊട്ടാ കുട്ടി മരിക്കും. അപ്പൊ അതുപോലെ അവരുടെയൊക്കെ ബ്രഹ്മാകാര വൃത്തി പോയി. അടുത്ത നിമിഷം മഹർഷി പറഞ്ഞത്, ആ പുസ്തകം ഇങ്ങോട്ട് തരുമോ? അതെടുത്ത് മടിയിൽ വെച്ചിട്ട് ഒന്ന് നിവർന്നിരുന്നിട്ട് ഒരു കൊച്ചുകുട്ടി തുള്ളിച്ചാടുന്നത് പോലെ ഓരോ പേജും വായിച്ചിട്ട് പറയത്രേ, ഈ അനുഭവമാണ് എനിക്കുണ്ടായത്, ഈ അനുഭവമാണ് എനിക്കുണ്ടായത്, ഈ അനുഭവമാണ് എനിക്കുണ്ടായത്. പോൾ ബ്രണ്ടൻ എഴുതിയിട്ടുണ്ട്, നമ്മളൊക്കെ പുസ്തകം വായിച്ചിട്ട് അനുഭവം ഉണ്ടാക്കാൻ നോക്കണം. ഇവിടെ ഒരാൾ അനുഭവം ഉണ്ടായിട്ട് എനിക്കുണ്ടായ അനുഭവം ഇതാണെന്ന് വാലിഡേറ്റ് ചെയ്യും. അവിടെയാണ് വ്യത്യാസങ്ങൾ. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാർഗം വളരെ ലളിതമായിരുന്നു. അമിതമായ മിസ്റ്റിസിസം, അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓവർ എഫർട്ടുകൾ, ആയാസമൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സാധന എങ്ങനെ കൊണ്ടുപോകാവുന്നതാണ് എന്നുള്ളതിന് ഏതാനും ചില ചിന്തകൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ജിദ്ദു കൃഷ്ണമൂർത്തി പറഞ്ഞതുപോലെ അൺലേണിങ് വളരെ പ്രധാനമാണ്. നമ്മൾ ഈ തലയിൽ കയറ്റി വെച്ചിട്ടുള്ള കുറേ ഉണ്ട്. ഇത് എത്രത്തോളം അഴിച്ചു കളയാൻ പറ്റുമോ അത്രയും ശുദ്ധവും. തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു വാക്ക് ഞാൻ ഉപയോഗിക്കില്ല. ഒരു ശരി, അതിനേക്കാട്ടിലും കുറച്ചുകൂടെ വലിയ ശരി, അതിനേക്കാളും വലിയൊരു ശരി ഇതേ പ്രപഞ്ചത്തിലുണ്ട്. കാരണം സകലതും ബ്രഹ്മമാണ്, എല്ലാം ആ ചൈതന്യം, ബോധം മാത്രം. അതുകൊണ്ട് ഒരു ശരി, അതിൻ്റെ മുകളിലൊരു ശരി, അതിൻ്റെ മുകളിലൊരു ശരി, അതിൻ്റെ മുകളിലൊരു ശരി. ഇതിനെ എങ്ങനെ ശരിയായി മനസ്സിലാക്കാം? ഇദ്ദേഹം പറഞ്ഞത് ഉൾക്കൊള്ളുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന കുറേ അർത്ഥങ്ങൾ. ആത്മവിചാരം എന്ന് പറഞ്ഞാൽ ഇന്നിന്നതാണെന്ന് നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ട്. എന്തായി ഇന്നിന്നതാണ്? ഇതിപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവസാനം വരെ ആത്മനിഷ്ഠോ ഭവത്വം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ശ്ലോകത്തിൻ്റെ അവസാനം. ഹൃദയഗുഹ്ര മധ്യ എന്നുള്ളതിൻ്റെ ശ്ലോകം അവസാനിക്കുമ്പോൾ ആത്മനിഷ്ഠനാവണത് എങ്ങനെയാണ്? ആത്മവിചാരം ചെയ്തിട്ട് തന്നെയാണ്. ഒരാൾക്ക് പെട്ടെന്ന്, ഇപ്പോൾ സുഖമഹർഷി ഭാഗവതി പറഞ്ഞ ഒരു വിഹംഗഗതി, ഒരു കിളി അങ്ങോട്ട് ഇങ്ങനെ പൊട്ടുന്നതിനെ അങ്ങോട്ട് പറക്കണ പോലെ ആണ് അനുഭവം വരിക. പക്ഷെ അത് വരണമെന്നുണ്ടെങ്കിൽ ജന്മങ്ങളുടെ പാകപ്പെടൽ അവിടെ നടന്നിട്ടുണ്ടാവണം. അത് അത്രയും ആത്മവിചാരം ചെയ്തിട്ടുണ്ടാവണം. അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ അത് സംഭവിക്കുന്നു. ഭഗവാന്റെ ഗ്രേസ് എന്ന് പറയുന്നത് അതിൻ്റെ മൊമെന്റ്, അത് പാകപ്പെടുന്ന ആ മൊമെന്റാണ് ഈശ്വരൻ്റെ അനുഗ്രഹം. അപ്പോൾ ആത്മവിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലരും കരുതുന്ന ഒരു എന്താ പറയുക വിഷയം എന്താ വെച്ചാൽ, ഞാൻ ആര് ഇങ്ങനെ മന്ത്രം പോലെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആത്മവിചാരമാണ്. രമണ ഭഗവാൻ താല്പര്യമുള്ളവരുടെ അടുത്ത് വായിക്കാനായിട്ട് നിർദ്ദേശിക്കാറുണ്ടായിരുന്നൊരു ഗ്രന്ഥമാണ് ഋഭുഗീത. ഋഭുഗീത സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നും ആർക്കും അങ്ങനെ അറിയില്ലായിരുന്നു. രമണ മഹർഷിക്ക്
മുൻപ് അതിത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗ്രന്ഥമല്ല. ഋഭുഗീതയുടെ ഗ്രേറ്റ്നെസ് എന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നമ്മൾ ഹിപ്നോട്ടിസത്തിലും മെസ്മറിസത്തിലും ഓട്ടോ സജഷൻ എന്ന് പറയും. അവനവനോട് പറയുക, നീ ഉറങ്ങുകയാണ്, നീ ഇപ്പോൾ ഉണർന്നിരിക്കുന്നു, നീ ഇപ്പോൾ നിന്റെ 5 വയസ്സുള്ള കാലത്തേക്ക് പോകുന്നു. നമ്മളോട് പറഞ്ഞ പോലെ ഓട്ടോ സജഷൻ മാതിരി ജീവിതത്തിൽ അനവധി ഘട്ടങ്ങളെ എടുത്തുകൊണ്ട്, അനവധി എന്താ പറയുക അവസ്ഥകളെ എടുത്തുകൊണ്ട് അതുപോലെ ഒക്കെ തന്നെ നീ ബോധമാണ്, നീ ബ്രഹ്മാണ്, നീ ബ്രഹ്മാണ്, ബ്രഹ്മാണെന്ന് പറയും. പിന്നെ കുറച്ചു നേരം പറയും നീ ഇതല്ല, 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 ഇതല്ല പറയും. വീണ്ടും പറയും നീ ഇതാണ്, ഇതാണ്, ഇതാണ്. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉള്ളത് നിദാകന് പ്രഭു ഉപദേശിക്കുന്നതാണ്. മഹർഷിയുടെ ഏറ്റവും ഫേവറേറ്റ് പുസ്തകങ്ങൾ ഒന്നായിരുന്നു. കൈവല്യവനിതം പോലെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നായിരുന്നു ഋഭുഗീത. അപ്പൊ ഈ ഋഭുഗീതയിൽ പോലും നമ്മൾ സൂക്ഷിച്ച് വായിച്ചാൽ മനസ്സിലാവും, അതിൽ ഈ ഞാനാരെന്ന് മന്ത്രം പോലെ ഉരുവിടാൻ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. മഹർഷി പറഞ്ഞിട്ടുള്ളതിനൊക്കെ പ്രമാണം അന്വേഷിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ആശ്രമത്തിൽ ഇരുന്ന് പറയാൻ പറ്റില്ല. ഇന്ന് കേരളത്തിലും ഭാരതത്തിലും വിദേശത്തും മുഴുവൻ കൊടികെട്ടി പറക്കുന്ന ഒരു ഭക്തി പ്രസ്ഥാനം ശ്രീരാമകൃഷ്ണദേവരെയും വിവേകാനന്ദ സ്വാമിയും രമണ ഭഗവാനെയും അതിൻ്റെ സ്ഥാപകൻ എത്ര മോശമായ ഭാഷയിൽ തൻ്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്ത് കാണാനുള്ള ദുര്യോഗം ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ 23-24 വയസ്സിൽ ഉപയോഗിക്കാൻ പറയാൻ കൊള്ളില്ല ഒരു പബ്ലിക് മീഡിയത്തിൽ. വ്യാസന്റെ അവതാരമാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരാളാണ് അവരെ കുറിച്ച് എഴുതിയിട്ടുള്ളത്. അപ്പോ അവർക്ക് അദ്ദേഹത്തെ മനസ്സിലാവാനിട്ടാണെന്ന് പറയാം. അദ്ദേഹത്തെ ആരാധിക്കുന്നവർ അദ്ദേഹത്തെ വെറും ഒരു വിഗ്രഹമൂർത്തിയോ ഒരു ഫോട്ടോയിൽ ഇരിക്കുന്ന ഒരു ചിത്രമോ ആക്കി മാറ്റാതെ അദ്ദേഹം പറഞ്ഞു തന്ന 2 വാക്കുകളുള്ള മഹാമന്ത്രത്തെ വെറുതെ മന്ത്രം പോലെ ഉരുവിടാതെ ഇരിക്കുക എന്നുള്ളതാണ് ആത്മവിചാരത്തിന്റെ പാതയിൽ ആദ്യം ചെയ്യേണ്ടത്. അത് മന്ത്രമല്ല, അത് ഉരുവിടേണ്ടതുമല്ല. രണ്ടാമത് നിർത്തേണ്ട കാര്യം ഈ ഇന്റലക്ച്വൽ അനാലിസിസ്. ബുദ്ധിപരമായിട്ട് വിശകലനം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് നിർത്തണം. ഗൃഹസ്ഥന്റെ കാര്യമാട്ടോ ഞാൻ പറഞ്ഞു. ഗൃഹസ്ഥനത് വർക്കാവില്ല. ഞാൻ പല സമയത്തും പല പ്രഭാഷണങ്ങളും സൂചിപ്പിക്കാറുള്ള ഒരു കാര്യമുണ്ട്. മഹാദേവന്റെ രീതിയും നാരായണന്റെ രീതിയും എന്ന് പറഞ്ഞു. മഹാദേവന്റെ രീതി ഒരു സ്ഥലത്ത് അനങ്ങാതെ സ്ഥാണുമായിട്ട് ഇരുന്നിട്ട് സമസ്ത പ്രപഞ്ചത്തിനെയും തൻ്റെ ഉള്ളിൽ ഒരൊറ്റ ബിന്ദുവിലേക്ക് താനാണ് ആത്മാവിലേക്ക് അങ്ങോട്ട് ഒതുക്കി നിർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ രീതി. പഞ്ചാക്ഷരം നമ്മളെ അകത്തേക്കാൻ കൊണ്ടുവരും. പഞ്ചാക്ഷരത്തിന്റെ ആർക്കും അങ്ങനെയാണ്, അകത്തേക്കാണ്. 5 ഭൂതങ്ങളും കൊണ്ടുണ്ടായിട്ടുള്ള സമസ്ത പ്രപഞ്ചത്തിന് പൊളിച്ചടുക്കി അങ്ങനെ കൊണ്ടുവന്ന് ഒന്നാക്കിയിട്ട് അകത്ത് കൊണ്ടുവന്ന് അവിടെ ഇരുത്തും. നേരെ മറിച്ച് യോഗനിദ്രയിലിരിക്കുന്ന നാരായണൻ രീതി ഒരു സ്ഥലത്തിരിക്കും തന്നെ സകലത്തിലേക്കും വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. നേരെ റിവേഴ്സാണ്. അഷ്ടാക്ഷരം നമ്മളെ പുറത്തു കൊണ്ടുപോകും. പ്രപഞ്ചത്തിൽ കൊണ്ടുപോയിട്ട് ഓരോ കണങ്ങളിലും കൊണ്ടുപോയിട്ട് നമ്മളെ നിറയ്ക്കും. 2 ആർക്കുകളാണ്. ആത്യന്തികമായിട്ട് എത്തേണ്ടത് ശിവന്റെ രീതിയിലാണ്, അവിടെ എത്തും. പക്ഷെ ഗൃഹസ്ഥന് നാരായണന്റെ രീതിയിൽ തുടങ്ങിയാലേ ശിവന്റെ രീതിയിൽ എത്താൻ പറ്റും. നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഒരു സ്ഥലത്ത് 3 മണിക്കൂർ 4 മണിക്കൂർ ഇരുന്നിട്ട് ശരീരത്തെ സ്ഥിരമാക്കി ഇരുത്തിയിട്ട് ഒരു പോയിന്റിലേക്ക് ധ്യാനിക്കാൻ സാധിക്കില്ല. ഇന്നത്തെ കാലത്ത് ഒട്ടും സാധിക്കും. അപ്പൊ ചെയ്യാവുന്ന വിദ്യ രാവിലെ എഴുന്നേറ്റ് രാത്രി വരെയുള്ള സകല പ്രവൃത്തികളിലും കാണുന്നവരിലും എല്ലാറ്റിലും, ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും സകലത്തിലും ഈശ്വരനെ കാണുക എന്നുള്ള വിശ്വരൂപ വിദ്യ മാത്രമേ നടക്കുള്ളൂ. അങ്ങനെ കുറേ കാലം പരിചയിച്ചു കഴിയുമ്പോൾ ഈ സ്ഥിരതയും സ്ഥാണുത്വം ഒക്കെ തന്നെ വരും, ശിവനാവും. നാരായണന്റെ വിദ്യ പരിശീലിച്ച ആത്യന്തികമായിട്ട് ശിവനായിട്ട് മാറുന്ന ഒരു അത്ഭുതം അവിടെ കാണാൻ സാധിക്കും. അത് അനുഭവത്തിൽ വരുമ്പോഴേ മനസ്സിലാവും. അതുകൊണ്ട് ഇന്റലക്ച്വൽ അനാലിസിസ് വരുന്ന സമയത്ത് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാമിജി തുടക്കത്തിൽ ഉപയോഗിച്ച ഒരു വാക്ക് വിക്ഷേപമാണ് സംഭവിക്കും. ബുദ്ധി നമ്മളെ സംശയിപ്പിക്കും. ഈ സന്യാസി അങ്ങനെയല്ലല്ലോ പറഞ്ഞു, ആ ഗുരുദേവൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞു, ഈ പുസ്തകത്തിൽ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഇത്രയും വർഷം പഠിച്ചും വിശ്വസിച്ചും വന്ന പലതിൻ്റെയും അടിത്തറ തകരണു തോന്നുമ്പോഴേക്കും നമ്മുടെ ബുദ്ധി സടപടം എഴുന്നേറ്റിട്ട് വേറെ രീതിയിൽ ചിന്തിച്ചിട്ട് ഇവിടെ പറഞ്ഞത് മുഴുവൻ കേൾക്കാതെ ഇത് സംഭവിക്കും. ഇങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. അതേപോലെ തന്നെയാണ് നമുക്ക് പറ്റുന്ന വലിയൊരു അപകടം, മനസ്സിനെ പിടിച്ചിട്ട് ബലമായിട്ട് നിശബ്ദാക്കാൻ നോക്കുക. ഒരിക്കലും ചെയ്യരുത്. മഹർഷി ഒരിക്കലും അങ്ങനെ ചെയ്യണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഗൃഹസ്ഥർക്ക് വികാരങ്ങളെയോ കടമകളെയോ തള്ളിക്കളയുക എന്നൊരു രീതി നടക്കില്ല. അതിലേക്ക് ഭഗവാനെ മിക്സ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ ശുദ്ധാവും. കുറെ കാലം കഴിയുമ്പോൾ താനെ അടക്കുന്നു.
ആ അടക്കത്തിൽ വരാതെ ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് നമ്മൾ എന്ത് വേഷം പുറം ലോകത്തിന് കാണിക്കാൻ വേണ്ടി കെട്ടിയിട്ടും അകത്ത് കിട്ടില്ല. അകത്ത് കിട്ടാതെ പുറത്തും കാണില്ല. അകത്ത് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളവൻ ഏത് വേഷത്തിൽ നടന്നാലും അവനെ പോലൊരു യോഗി വേറെ ഉണ്ടാവും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ആത്മവിചാരം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ബോധം എപ്പോഴൊക്കെ ഉദിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ശ്രദ്ധയിൽ അതിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരികയും അവിടെ ഇരിക്കുകയും ചെയ്യാം. ഞാൻ എന്നുള്ള ബോധം നമുക്ക് എപ്പോഴൊക്കെ ഉദിക്കുന്നുണ്ടോ അതാർക്കും ഉദിക്കാം. അപ്പോഴൊക്കെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരികയും അതിൽ ശാന്തമായി വിശ്രമിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ആത്മവിചാരം. വെനെവർ യു ഗെറ്റ് എ ചാൻസ്. അത് ഇത്ര സമയം വേണമെന്നോ ഇത്ര മണിക്കൂർ വേണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ഒരു സെക്കൻഡ് നേരത്തേക്ക് സന്തോഷിക്കുക, അത് കിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മഹർഷി പറയുന്ന ഈ സാധന വാസ്തവത്തിൽ എഫർട്ട് കൊണ്ടുള്ള സാധനയല്ല, അതായത് പ്രയത്ന സാധനയല്ല, ശ്രദ്ധ കൊണ്ടുള്ള സാധന, ശ്രദ്ധാസാധന. ശ്രദ്ധയാണ് ഉണ്ടാക്കുന്നത്. ഭക്തി പോലും ശ്രദ്ധ ഉണ്ടെങ്കിൽ തന്നെ ഭക്തിയുടെ അടിത്തറ ശ്രദ്ധയിലാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനെന്ന് ഗീതയിൽ വെറുതെ പറഞ്ഞു വെച്ച ശ്രദ്ധയാണ് ബ്രഹ്മവിചാരത്തോടൊപ്പം ആദ്യം ഉണ്ടാവുന്നത്. ഭക്തി താനെ വന്നു. രാമായണം അതിൻ്റെ കഥയാണ് വാസ്തവത്തിൽ. ഞാൻ ചില സ്ഥലത്തൊക്കെ പറയണത് ആവർത്തിക്കുന്നു, സ്ഥിരം കേൾക്കുന്നവർ ക്ഷമിക്കുക. ശ്രീരാമന്റെ ജനനം നമ്മുടെ ഉള്ളിലുള്ള ബ്രഹ്മാകാര വൃത്തിയുടെ സ്ഫുരണമാണെങ്കിൽ, ബ്രഹ്മചിന്ത ബോധത്തിന്റെ ഉദയമാണെന്നുണ്ടെങ്കിൽ, ഒപ്പം വിത്തിൻ സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് ജനിച്ച കുട്ടിയാണ് ലക്ഷ്മണൻ. ലക്ഷ്മണൻ ആരാ? ശ്രദ്ധയാണ്. ലക്ഷ്മണന്റെ മുകളിൽ ശ്രദ്ധയ്ക്കൊരു സിമ്പിളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. സ്വാമിജി ഹനുമാൻ സ്വാമിയുടെ ജീവിതത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ സ്മരിക്കേണ്ട ആളാണ് ലക്ഷ്മണ സ്വാമി. ആ ശ്രദ്ധയാണ് കൊണ്ട്, ആ ശ്രദ്ധ പാളുമ്പോഴാണ് ബാക്കിയൊക്കെ നഷ്ടപ്പെടുന്നത്. നമ്മൾ ഹനുമാനെ ഭക്തന്റെ ഭക്തിയുടെ രൂപമായിട്ട് പറയും. പക്ഷെ ഹനുമാൻ ശരിക്ക് മെരിക്കപ്പെടാത്ത, സ്വന്തം പൊട്ടൻഷ്യൽ അറിയാത്ത മനസ്സിന്റെ പ്രതീകമാണ്. വാനരത്വം അതുകൊണ്ടാണ്, അതിൻ്റെ കരുത്തും അതാണ്. അതിൻ്റെ സ്വന്തം തിരിച്ചറിവ് വന്ന ആ കരുത്ത് തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ മനസ്സിന്റെ ശക്തിയുടെ മുകളിൽ വേറൊരു ശക്തിയില്ല. പക്ഷെ അത് അടങ്ങിയിരിക്കണമെങ്കിൽ, ആ കരുത്ത് ഈശ്വരീയമായിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻസ് അവിടെ നടക്കണം. അതിൻ്റെ ഭാഗമാണ് ആദ്യത്തെ പ്രീറിക്വിസിറ്റി. ലക്ഷ്മണൻ അവിടെ ഉണ്ടാവണം, ശ്രദ്ധ ഉണ്ടാവണം, എന്നാൽ സ്നേഹം വരുള്ളൂ. സ്നേഹച്ച ഭക്തി, അതവിടെ സീതയാണ്. ഭക്തി പോലും നഷ്ടപ്പെട്ടു പോകുന്നു രാവണന്റെ കയ്യിലേക്ക് എപ്പോ? ശ്രദ്ധ നഷ്ടപ്പെട്ടപ്പോഴാണ്. ശ്രദ്ധ വരച്ചു വെച്ച രേഖ മുറിച്ച് കടന്നപ്പോഴാണ് ഭക്തി പോലും നഷ്ടപ്പെട്ടുകൊണ്ടാണ്. ഭക്തിക്കല്ല പ്രാമുഖ്യം, ശ്രദ്ധയ്ക്കാണ് പ്രാമുഖ്യം. അതുകൊണ്ട് ഇത് ശ്രദ്ധയുടെ സാധന. ഈ ശ്രദ്ധയുണ്ടാക്കാനാണ് സാക്ഷിഭാവം വളർത്താൻ ഭഗവാൻ പറഞ്ഞത്. അവനവനെ ശ്രദ്ധിക്കാൻ. ഒരു കൊച്ചുകുട്ടിക്ക് ചെറുപ്പത്തിൽ നമുക്ക് കൊടുക്കാവുന്ന, നമ്മൾ വളർത്തുന്ന മക്കൾക്ക്, പേരമക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ധനം ഏത് സാഹചര്യത്തിലും അവനവനെ ഒബ്സർവ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളത്. വേറെ ഒന്നും നിങ്ങൾ പഠിപ്പിക്കില്ല. സങ്കടം വരുമ്പോഴും അവനവനെ ഒബ്സർവ് ചെയ്യാൻ പഠിപ്പിക്കുക. എവിടെയാണ് ഭയം ഉണ്ടാവണമെന്ന് ചോദിക്കുക. കുട്ടി പേടിക്കണമെന്ന് പറയുമ്പോൾ അപ്പോൾ പറയും, എനിക്ക് നെഞ്ചിൻ്റെ ഇവിടെ കല്ല് വെച്ച മാതിരി ഉണ്ട്, അല്ലെങ്കിൽ വയറ്, ശരീരത്തിലാണ് വികാരങ്ങൾ ഉണ്ടാവുക. അത് ശ്രദ്ധിക്കുന്ന നിമിഷം തന്നെ ആ വികാരത്തിന് ശക്തി കുറയാൻ തുടങ്ങും. പരീക്ഷിച്ചു നോക്കും. വലിയ വിശാലമായിട്ടൊരു വിഷയമാണ്. അപ്പൊ ശ്രദ്ധ എന്ന് പറയുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് മാത്രമേ രമണ ഭഗവാൻ പറഞ്ഞ ഞാൻ ആര് എന്ന സാധന നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിന് ചില ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം അതിനൊരു അടിത്തറമാകുക എന്നുള്ളതാണ്. അത് ഗൃഹസ്ഥരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. മനസ്സ് സ്വാഭാവികമായിട്ട് നമ്മുടെ പുറമേയുള്ള കാര്യങ്ങളിലായിരിക്കും എപ്പോഴും. മനസ്സ് ഇവിടെ ഇരിക്കും. ഇപ്പം ഇവിടെ ഇരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സ് വേറെ എവിടെയാണ്. പലരുടെയും വീട്ടിൽ ഉച്ചയ്ക്ക് ഊണിന് സമയത്തിനെന്തോ ഇയാൾ 12 മണിക്ക് നിർത്തുമാവോ, ഇങ്ങനെയൊക്കെ മനസ്സ് എവിടെ ഇരിക്കും. മനസ്സും ശരീരവും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും സ്ട്രെസ് കൂടും. മനസ്സിനെ പറ്റുമ്പോഴൊക്കെ ഓർമ്മ വരുമ്പോൾ ഒന്നും ഇവിടെ ഒന്ന് കുറച്ചേരം പിടിക്കവർക്ക് വിളിച്ചുകൊണ്ട് ഇരുത്തിയാൽ ഈ സ്ട്രെസ് കുറയും. പരീക്ഷിച്ച് നോക്കും. ശരീരവും മനസ്സും തമ്മിലുള്ള ആ ദൂരം കുറയ്ക്കലാണ് ആദ്യം നമ്മൾ ഗൃഹസ്ഥർ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം. അതിന് ആചാര്യന്മാർ നമുക്ക് അനവധി വഴികൾ പറഞ്ഞു തന്നിട്ട് പറ്റുന്നത് പോലെ, എണ്ണത്തിലല്ല കാര്യം. നിങ്ങൾ 108, 1008, 2000, 3000 മാലയൊന്നും അത് ഒന്നും ജപിച്ചിട്ട് ശ്രദ്ധയില്ലെങ്കിൽ കാര്യമില്ല. ക്വാളിറ്റിയാണ് ജപം. പുരസ്ചരണം കഴിപ്പിക്കുന്നത് തന്നെ ആ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടാണ്.
നിങ്ങൾ 24 ലക്ഷം തവണ പുരസ്ചരണം കഴിക്കുകയാണ് പഞ്ചാക്ഷരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരു തവണയെങ്കിലും ആ പഞ്ചാക്ഷരത്തിന്റെ 5 അക്ഷരം കൃത്യമായിട്ടുള്ള മീറ്ററിൽ നിങ്ങളുടെ ശരീരത്തിൽ വീഴും. ആ വീഴുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടും. ചിലപ്പോൾ ഒരാൾക്കത് ആദ്യത്തെ തവണ ഉച്ചരിക്കുമ്പോഴേ കിട്ടും. അഷ്ടാക്ഷരവും ഏത് മന്ത്രത്തിൽ വരാം. അതിനാണ് പുരസ്ചരണം കഴിപ്പിക്കുന്നതിന്റെ കോർ. മന്ത്രശാസ്ത്രത്തിൽ പുരസ്ചരണത്തിന്റെ അടിസ്ഥാനം തന്നെ അതാണ്. ഇത്രയും തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു തവണയെങ്കിലും ഇറ്റ് വിൽ ഫോൾ ഇൻ ദ കറക്റ്റ് പ്ലേസ്. അത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി അതുകൊണ്ട് ക്വാളിറ്റിയാണ്. 3 ശ്രദ്ധയോടെ. എനിക്ക് സമയമില്ല, ഞാൻ കാറിൽ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ജപിക്കാതെ പറയും. ഒരു കാര്യമില്ല. ശരീരത്തെ സ്ഥിരമാക്കി നിർത്താതെ ജപിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് നാമം നിരന്തരമായിട്ട് അകത്ത് ജപിച്ചുകൊണ്ടിരിക്കാം, എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് വേറെ. പക്ഷെ അന്നന്നൊക്കെയുള്ള ജപം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യണമെങ്കിൽ അതിന് ഒരു മാർക്ക് ചെയ്ത് അവിടെ വെക്കേണ്ട ഒരു ഏരിയയുണ്ട്. രാവിലെ പഠിച്ച് പല്ലേക്കാൻ മറക്കുന്നില്ലല്ലോ, ചായ കുടിക്കാൻ മറക്കുന്നില്ലല്ലോ, പത്രം വായിക്കാൻ മറക്കുന്നില്ലല്ലോ, വൈകുന്നേരത്തെ ന്യൂസ് നമ്മൾ മുടങ്ങാണ്ടിരുന്ന് കാണുന്നുണ്ട്, സീരിയലിന്റെ എപ്പിസോഡ് വിടുന്നില്ല. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടൊരു 3 ശ്രദ്ധയോടെ ക്വാളിറ്റിയോട് കൂടിയിട്ട് ജപിക്കാൻ നമുക്ക് സാധിക്കും. അത് ചെയ്താൽ അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 11 ശ്രദ്ധയോടെ ശ്വാസത്തിൽ ലയിപ്പിച്ച് ജപിക്കാൻ ശീലിക്കുക. 5 തൊട്ട് 10 മിനിറ്റ് വരെയുള്ള ഒരു സമയം അവനവൻ്റെ ആത്മാവിന് വേണ്ടി മാറ്റിവെക്കുക. മനസ്സിന് വേണ്ടി നമ്മൾ ഫോൺ നോക്കുന്നുണ്ട്, TV കാണുന്നുണ്ട്, സിനിമ കാണുന്നുണ്ട്, ശരീരത്തിന് വേണ്ടി ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്, സകലവിധ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആത്മാവിന് വേണ്ടി എന്താ ചെയ്യുന്നത്? ആത്മാവിനെ പട്ടിണിക്ക് ഇടുന്നത്. അപ്പം ആ ആത്മാവിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റോ 10 മിനിറ്റോ ആചാര്യന്മാർ നമ്മുടെ അടുത്ത് കെഞ്ചി ചോദിച്ചത് അതുപോലെ നമുക്ക് കൊടുക്കാം. അവരുടെ ആത്മാവിന് വേണ്ടിയല്ല, നമ്മുടെ ആത്മാവിന് വേണ്ടി ചോദിച്ചതാണ്. നമ്മൾ അതിനെ ഉപേക്ഷയാ തള്ളിക്കളയും. ലളിതമായിട്ടുള്ളൊരു ജപം അത്രയും ധാരാളം മതി. ഇന്നത്തെ മാതിരി പോസ്റ്റലായിട്ട് ശ്രീവിദ്യ ഒന്നും വാങ്ങണ്ട. ഫോണിൽ കൂടെ ഒക്കെ രാവിലെ മഹാഗണപതി, അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് ബാല, പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞാൽ പഞ്ചദശി, അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴേക്ക് ഷോഡശി, ഇതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അതൊക്കെ ഒക്കുന്ന ആൾക്കാർ ഒക്കുന്ന സമയത്ത് ഈശ്വരൻ അത് കൊണ്ടുതന്നു. കുറച്ചു നേരം അവനവൻ്റെ ശ്വാസം ശ്രദ്ധിക്കുക. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ശ്വാസം ശ്രദ്ധിക്കുക. ഓർമ്മ വരുമ്പോൾ ശ്വാസം ശ്രദ്ധിക്കുക. ജീവനോടുണ്ടല്ലോ എന്ന് ചിന്തിക്കാനെങ്കിലും ശ്വാസം ശ്രദ്ധിക്കുക. അങ്ങനെ തുടങ്ങുക. ആ ശ്വാസം ശ്രദ്ധിക്കുമ്പോൾ കിട്ടുന്ന അടക്കം, ശ്രദ്ധ, മനസ്സിൻ്റെ ഏകാഗ്രത ചില്ലറയല്ല. സദാ പ്രാണന്റെ ആ ഒഴുക്ക്. ആ മൂക്കിൻ്റെ അറ്റത്തിരിക്കുന്ന ആ പ്രാണൻ എങ്ങനെയാണ് 12 അങ്കുലം പുറത്തേക്ക് പോകുകയും 4 അങ്കുലം നഷ്ടപ്പെടുത്തി 8 അങ്കുലം അകത്തേക്ക് വരികയും ചെയ്ത് ഓരോ ശ്വാസത്തിലും 4 അങ്കുലം വെച്ച് കുറഞ്ഞു നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും വെച്ച് വഹിക്കാൻ തോന്നില്ല. ആ പ്രാണനെയാണ് ഗുരുവായൂരപ്പൻ എന്ന് വിളിക്കുന്നത്. അത് മനസ്സിലാക്കാത്തതാണ് ഇന്നത്തെ ഗുരുവായൂരപ്പ ഭക്തര് എന്ന് പറയുന്നവരുടെ ഒക്കെ കുഴപ്പം. ആ പ്രാണനാണ്, ആ പ്രാണൻ തന്നെയാണ് മഹാദേവൻ, ആ പ്രാണൻ തന്നെയാണ് ദേവി. ഇത് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഞാൻ ആ ഭാഗങ്ങളും കൂടെ ചേർത്ത് പിടിച്ച് പറഞ്ഞു പോവുകയാണ്. കാരണം ഇത് ചെയ്യുന്ന ഈ കാര്യങ്ങളാണ് ആധ്യാത്മികതയുടെ ലക്ഷ്യം എന്ന് കരുതുന്ന പലരും ഉണ്ട്. നാമം ജപിക്കുക, കുറച്ച് അമ്പലത്തിൽ പോവുക, കുറച്ച് നേരം ധ്യാനിക്കുക, ഇത് ലക്ഷ്യമല്ല. ഇതൊരു മാർഗം മാത്രമാണ്. മനസ്സിനെ ശാന്തമാക്കിയിട്ടിരുത്താനും അകത്തേക്ക് തിരിക്കാൻ, അന്തർമുഖത്വം എന്ന് പറയുക, അകത്തേക്ക് നോക്കുന്ന വിധത്തിലേക്ക് ഉള്ളിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ശാന്തമാക്കാൻ എന്നുള്ളതാണ് ഇതിൻ്റെ പർപ്പസ്. ഇത് ടൂളാണ്. പല പ്രഭാഷണങ്ങളിൽ ഞാൻ പറയാനുള്ള മാതിരി നമ്മളൊരു പാത്രം, നമ്മൾ സ്ഥിരമായിട്ട് കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രം ഉണ്ടാവും, അതിനുപയോഗിക്കുന്ന ഒരു തവി ഉണ്ടാവും, അത് വെക്കുന്ന ഒരു അടുപ്പുണ്ടാവും, അതിനുപയോഗിക്കുന്ന നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു പൊടി, അതായത് കറിപ്പൊടി ഉണ്ടാവും, നമ്മൾ സ്ഥിരം വാങ്ങുന്ന ഒരു കടയുണ്ടാവും, അതിന് വേണ്ട കായ്കറികൾ വാങ്ങുന്നത്. ഈ കായ്കറി, ഈ സാമ്പാർ പൊടിയും അതുപോലെ അല്ലെങ്കിൽ ഈ കറിപ്പൊടിയും അല്ലെങ്കിൽ ആ സ്പൂണും ആ പാത്രവും ആ അടുപ്പും ഒക്കെ പറയുന്നത് ഞാൻ കാരണമാണ് കറി നന്നായത്, അല്ലെങ്കിൽ ഞാനാണ് കറി എന്ന് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാകുക? കറി ഇതിൻ്റെ ഒക്കെ സംയോജനം കൊണ്ട് ഉണ്ടാവുന്ന, ഇവയൊക്കെ ഉപയോഗിച്ചുണ്ടാവുന്ന മറ്റെന്തോ അതിൽ നിന്നും വ്യത്യസ്തമാണ്. അത് നാക്കിൽ വെക്കുമ്പോൾ രുചി. എത്ര രുചിയുള്ള കറിയാണെങ്കിലും വെറുത്ത് വിളമ്പി തന്നു കഴിഞ്ഞാൽ അത് രുചിയാവില്ല. അപ്പൊ അവിടെ ഭാവം വേണം. ഇതുപോലെ ഉപാസന. അതുകൊണ്ട് ചന്ദനത്തിന്റെ മാല കൊണ്ട് ജപിച്ചാലും, രുദ്രാക്ഷത്തിന്റെ മാല കൊണ്ട് ജപിച്ചാലും, കരമാല കൊണ്ട് ജപിച്ചാലും, മനസ്സ് ജപിച്ചാലും, ടൈമർ ഉപയോഗിക്കും, ഇതൊന്നും അല്ല വിഷയം. ഈ വിരല് തൊട്ടോ, ഈ വിരല് തൊടരുത്, ഈ വിരലിന്റെ അറ്റത്ത് കൂടെ ശക്തി പുറത്തു പോകും, ഇതിലൊന്നും കുടുങ്ങരുത്.
ഇത്രമാല ചെല്ലിയില്ലെങ്കിൽ മരിച്ചു പോകും. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. വെറുത്ത് ഏതോ ശ്വാസം മുട്ടിൽ ആരോ കഴുത്തിന് പിടിച്ച് അമർത്തിയിട്ട് ജപിക്കുന്നതിനേക്കാളും നല്ലത് റിലാക്സായി ശാന്തമായിട്ട് പടി കയറി പോകാന്നുള്ളതാണ്. കഠിന സാധനങ്ങൾ ചെയ്യേണ്ട പ്രായവും അവസ്ഥകളൊക്കെ അത് വേറെ ഉണ്ട്. അതിലേക്ക് എത്താനുള്ള പാകമില്ലാണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പഴത്തിൻ്റെ അവസ്ഥയോ പുക ഒളിച്ച് അല്ലേ മൂക്കാണ്ട പഴുത്ത അവസ്ഥ. ഈ മൂക്കാണ്ട പഴുത്ത ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അപ്പം അത് കണ്ട് ആചാര്യന്മാർ പറയുന്നതിനെ നേരാവണ്ണം മനസ്സിലാക്കാതെ വക്രീകരിച്ചും മിസ്ഇൻ്റർപ്രറ്റ് ചെയ്തും പോകുന്നത് സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പേ ഉള്ളൊരു കാലത്ത് എന്തോ ഗുരുത്വം കൊണ്ട് ഇതുപോലുള്ള പുണ്യസ്ഥലങ്ങളിൽ വന്നതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചത് കൊണ്ടാണ് എവിടെയോ കുറച്ചൊക്കെ ഞാനൊക്കെ രക്ഷപ്പെട്ടത്. ഇന്നത്തെ കാലത്തായിരുന്നു ഞാനൊക്കെ ഷുവറായിട്ടും ഈ യൂട്യൂബും ഫേസ്ബുക്കും കണ്ട് വഴിതെറ്റി പോയത്. കാരണം അത്രയും ഡീവിയൻ്റ് ആയിട്ടുള്ള കോൺട്രഡിക്ടറി ആയിട്ടുള്ള നോൺസെൻസുകളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ പറയുന്നതിനെ ഖണ്ഡിക്കാനാണ്. ഇപ്പം പല സ്ഥലത്തും പല സത്സംഗങ്ങൾ എന്ന് പേരിടുന്ന സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ വേറൊരാൾ പറഞ്ഞതിനെ കുറ്റം പറയാനോ ഒരു പദ്ധതിയെ കുറ്റം പറയാനോ വേണ്ടി മാത്രമാണ് സമയം ചെലവാക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിനെ ശാന്തമാക്കുന്നതിനെതിരെ നിൽക്കുന്നത് ഈവൺ ഇത്തരം സത്സംഗങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ അവിടെ പോരുത്. നിങ്ങൾക്ക് അനാവശ്യ സംശയങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ പോകാൻ പാടില്ല. ഉറപ്പിക്കുക. അത്ര ലളിതമായ മാർഗമാണ് മഹർഷി പോലുള്ളവർ തന്നിട്ടുള്ളത് നമുക്ക്. രണ്ടാമത്തെ ഘട്ടം, എപ്പോഴാണ് ഈ ഞാൻ ആര് എന്നുള്ള ചോദ്യം പ്രയോഗിക്കേണ്ടതെന്ന് അറിയണം. കാരണം ഇതൊരു അസ്ത്രമാണ്. ഈ അസ്ത്രം പ്രയോഗിക്കേണ്ട സമയം അറിയണം. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ ആരും അസ്ത്രം വയ്ക്കുന്നില്ലല്ലോ. ശംഖ് വിളിച്ച് അല്ലേ, പ്രാർത്ഥിച്ച് അന്യോന്യം പോയി കൈ കൊടുത്ത് വന്നിട്ടൊക്കെയാണ് പണ്ടത്തെ കാലത്ത്. അതിനൊരു ചിട്ടുണ്ട്. എന്തിനും ഒരു ഗെയിം തുടങ്ങുന്നതിനൊരു ചിട്ടയുണ്ട്. അപ്പൊ ഇത് പ്രയോഗിക്കേണ്ട സമയം എപ്പോഴാണ്? പലരും കരുതുന്നത് എന്താ വെച്ചാൽ ഞാനിപ്പോൾ ധ്യാനിക്കുന്നില്ല കുറച്ച് ദിവസം എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല, കുറച്ച് ദിവസം ജപിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ മനസ്സ് ശരിയാണ്. എൻ്റെ മനസ്സ് ശാന്തമാകുമ്പോഴേ എനിക്ക് ഉപാസനയ്ക്ക് ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് കരുതുന്നവിടെ നമ്മൾ വഴുക്കി വീഴും. മനസ്സ് ശാന്തമായിരിക്കുമ്പോഴല്ല ആത്മവിചാരം തുടങ്ങേണ്ടത്. നേരെ മറിച്ച് എപ്പോഴൊക്കെ ഒരു ചിന്ത ഉദിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ആവാം. അതാണ് മഹർഷിയുടെ ടെക്നിക്ക്. എന്ത് ലളിതമായിട്ടുള്ള വിദ്യ എന്ന് ആലോചിച്ച് നോക്കൂ. പൂർണ്ണമായിട്ടും ശാന്തമായിട്ടൊരു മനസ്സ് എന്നുള്ളത് ഒരു പ്രഹേളികയാണ് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ എപ്പോഴൊക്കെ ഒരു ചിന്ത ഉദിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഇതാവാം. ഉദാഹരണത്തിന് എനിക്ക് ക്ഷീണമാണ്, ഒരു ചിന്ത വന്നു, അതൊരു നല്ല സമയമാണ് ഞാൻ ആരെ എന്ന് ചോദിക്കാൻ. ആ അസ്ത്രം പ്രയോഗിക്കാനുള്ള സമയമാണ്. അതെങ്ങനെയെന്ന് പറയാം. ഇല്ലെങ്കിൽ വേറൊരു ചോദ്യം, എനിക്ക് ദേഷ്യം വരുന്നു എന്ന് അവനവനെ ഒബ്സർവ് ചെയ്യുന്ന സാക്ഷിഭാവം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് തുടങ്ങാൻ ഇന്ന പ്രായമൊന്നുമില്ല. ഏത് പ്രായത്തിൽ സ്റ്റാർട്ട് ചെയ്യാം. കൊച്ചുമക്കൾക്ക് നേരത്തെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയാൽ എളുപ്പമെന്ന് മാത്രം. നമുക്കും അത് ചെയ്യാം. അത് വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് വേറൊരു ഓപ്പർച്യൂണിറ്റി. ഞാൻ ആര്, ഇത് പറയണത് ആര് എന്ന് ചിന്തിക്കാനുള്ള ഒരവസരം. എനിക്ക് ഇന്ന് ഈ ജോലി തീർത്തേ പറ്റും, ഇന്ന് തീർത്തില്ലെങ്കിൽ തലയിലാവും. അതൊരു ചിന്തയാണ്. ആ സമയത്തും ഈ അസ്ത്രം പ്രയോഗിക്കാം. പിന്നെ എൻ്റെ കുട്ടിയെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് എൻ്റെ ടെൻഷൻ മുഴുവൻ. അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ട ശമ്പളം കയറ്റം കിട്ടുമോ, ഈ മാസം പെൻഷൻ കൃത്യമായിട്ട് വരുമോ, ഈ മാസം ഗ്രാറ്റുവിറ്റി വരുമോ, എലക്ഷൻ വരുന്നതുകൊണ്ട് DA കിട്ടുമായിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുമല്ലോ. ആ ചിന്തകൾ, എന്ത് ചിന്തയും ഉദിക്കുന്നതിനെ നമ്മൾ ബോധവാനാവുന്ന വിധത്തിൽ നമ്മൾ സ്വയം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയമാണ് ഈ ഞാൻ ആര് എന്നുള്ള ചിന്ത പ്രയോഗിക്കാൻ ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലളിതമായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മുഹൂർത്തം. ഇതൊക്കെ ആത്മവിചാരത്തിലേക്ക് കടക്കാനുള്ള വാതിലാണെന്ന് കണ്ടാവാം. അപ്പോൾ എന്താ അതിൻ്റെ ഗുണം? ഒരു ചിന്തയും നമ്മൾ ജഡ്ജ് ചെയ്യില്ല. മോശം ചിന്ത, നല്ല ചിന്ത എന്നൊന്നുമില്ല. ഒരു ചിന്ത ഉണ്ടായി എൻ്റെ ഉള്ളിൽ നിന്നുള്ള ബോധത്തോട് കൂടിയിട്ട് നമ്മൾ ഇരുന്നാൽ, ആ ചിന്തയിൽ മുങ്ങിയിട്ട് ആ ചിന്തയായി മാറാതിരുന്നാൽ, നമ്മളൊക്കെ ആ ചിന്തയായിട്ട് ജീവിക്കണമല്ല. ഞാൻ ദുഃഖിതനാണ്, ഞാൻ സന്തോഷവാനാണെന്നൊക്കെ നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ ആ ചിന്തയാണെന്ന് കരുതിയിരിക്കുന്നതുകൊണ്ടാണ് അല്ലേ? അതല്ലാതെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായി എന്ന് തിരിച്ചറിയുമ്പോൾ ഏത് ചിന്തയും, കാരണം വാസ്തവത്തിൽ മനസ്സിൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കുമ്പോൾ ഫ്രോയിഡ് പറഞ്ഞാലും ശരി, ഭാരതീയ ഋഷിമാർ പറഞ്ഞാലും ശരി, നമ്മുടെ ഏറ്റവും വലിയ സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും കൃഷ്ണനാണ്, ഭഗവാന്റെ മുകളിലൊരു സൈക്കോളജിസ്റ്റ് ഉണ്ടായിട്ടില്ല.
ഒരു സിനിമയിൽ പറഞ്ഞ മാതിരി മനുഷ്യ മനസ്സിന്റെ രഹസ്യങ്ങളെ അങ്ങയോളം തിരിച്ചറിഞ്ഞ ആൾക്കാർ വേറെ ഇല്ല എന്ന് ക്ലൈമാക്സിൽ പറയണത് ശരിക്കും ഭഗവാനെ നോക്കിയിട്ടാണ് പറയുന്നത്. അങ്ങനെ അവരൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഒരു ചിന്ത, അടുത്ത ചിന്ത, അടുത്ത ചിന്ത, അടുത്ത ചിന്ത എന്ന് പറഞ്ഞ് ഒന്നിന് പുറകെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ദൂരത്തുനിന്ന് നോക്കുമ്പോൾ മനസ്സ് എന്ന് പറഞ്ഞൊരു വസ്തു ഉള്ളതുപോലെ തോന്നുന്നു എന്നേ പറഞ്ഞു. വാസ്തവത്തിൽ മനസ്സ് എന്നൊന്നില്ല, ചിന്തയേ ഉള്ളൂ. ചിന്തകളുടെ എണ്ണം കുറയ്ക്കാനാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് ലോകത്തിൽ. എല്ലാ സ്കൂൾ ഓഫ് തോട്ട്സും, എല്ലാ സ്കൂൾസിലും അത് ചിന്തകളുടെ എണ്ണം കുറയ്ക്കുക. അതിനാദ്യം ഒരു ചിന്ത കഴിഞ്ഞ് അടുത്ത ചിന്തയുടെ ഇടയിലുള്ള ഗ്യാപ്പ് വർദ്ധിപ്പിച്ചു കൊണ്ടുവരിക. മഹർഷി തന്നെ പറഞ്ഞിട്ടുണ്ട്, ജപിക്കുമ്പോൾ നാമം ഒരു തവണ ഉച്ചരിച്ച് അടുത്ത തവണ ഉച്ചരിക്കുന്നതിൻ്റെ ഇടയിലുള്ള ശാന്തി, ആ ശാന്തഭാവമുണ്ട്, ഒരു നിശബ്ദതയുണ്ട്, അവിടെ ശ്രദ്ധിക്കാനാവണം. അവിടെയാണ് ബ്രഹ്മം ഇരിക്കുന്നത്, അവിടെയാണ് സത്യം ഇരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഭാഗവതത്തിൽ സത്യം പരം ധീമഹി എന്ന് പറഞ്ഞ് ഉപാസിപ്പിക്കാൻ പറഞ്ഞത്. അപ്പോ ആത്മവിചാരത്തിലേക്കുള്ള ശരിയായിട്ടുള്ള വാതിലുകളാണ് ഓരോ ചിന്തയെന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ പ്രധാനമായിട്ടുള്ള നമ്മുടെ പരിശീലനം തുടങ്ങും. അപ്പൊ ആദ്യം കുറച്ചു കാലം ക്വാളിറ്റി ആയിട്ട് ജപിക്കുക, സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് ഇരിക്കാൻ കുറച്ചു നേരമെങ്കിലും സാധിക്കുന്ന വിധത്തിലേക്ക് മെല്ലെ മെല്ലെ മനസ്സിനെ പാകപ്പെടുത്തി കൊണ്ടുവരിക. യഥാർത്ഥ സ്ഥിരത എപ്പോഴാണ് കൈവരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരീരം ഒരു സ്ഥലത്ത് അനങ്ങാണ്ടിരിക്കുമ്പോൾ മാത്രമല്ല, വലിയ പ്രതിസന്ധി നമ്മുടെ ചുറ്റും കടന്ന് കറങ്ങുമ്പോഴും നമ്മുടെ മനസ്സ് നടുക്കടൽ പോലെ ശാന്തമായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചാൽ, ഒരു മരണം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വലിയ ദുരന്തത്തിൻ്റെ നടുക്ക് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ കാണാൻ പറ്റാത്തൊരു കാഴ്ച കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഭഗവാൻ നമുക്ക് കാണിച്ചു തരും. അതിരൂക്ഷമായിട്ടുള്ള രീതികളുള്ള പല സമയത്തും ഈ പരീക്ഷണത്തിന് വ്യക്തിപരമായിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതും സിമിലർ സ്വഭാവത്തിൽ ഓരോ ഘട്ടം കിടക്കുമ്പോഴും അത് മരവിപ്പാണോ അതോ ശാന്തതയാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് വീണ്ടും അന്വേഷിച്ചു പോയിട്ടുണ്ട്. വളരെ ലളിതമായിട്ടൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിൻ്റെ സ്ഥിരതയെ പരീക്ഷിച്ചിട്ടുള്ളത്, ഞാൻ പോലും പ്രതീക്ഷിക്കാതിരിക്കുന്ന നേരത്ത് എൻ്റെ കൺമുന്നിൽ അപകടങ്ങൾ ഉണ്ടായി കാണുമ്പോൾ, വ്യക്തികൾ മരിക്കുക, വാഹനാപകടങ്ങൾ. ഞാൻ ഒരുപാട് വാഹനാപകടം കണ്ടിട്ടുള്ള ഒരാളാണ് എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ. സ്വയം രക്ഷപ്പെട്ടിട്ടുള്ള ഒരാളും. ഒരു പോറൽ പോലും കണ്ട കാറ് കണ്ടു കഴിഞ്ഞാൽ തോന്നില്ല ഡ്രൈവ് ചെയ്ത് ഞാനല്ല. അപ്പോൾ ആ സമയത്ത് മനസ്സ് ഒരു തിരുനാളന്മാർ നിൽക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് നമുക്ക് എത്തി വരുമ്പോഴാണ് നമ്മൾ ഓരോരുത്തർക്കും അവനവൻ്റേതായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഒരാളുടെ അനുഭവം വേറൊരാൾക്ക് ഒരിക്കലും അതൊരു പ്രചോദനമാക്കാന്നല്ലാണ്ട് അതുപോലൊന്നും വേറൊന്നും കിട്ടില്ല. 3 ദിവസം മുമ്പ് ഈ പിരിവിശാലയിൽ ഞാൻ കുടുംബത്തോടൊപ്പം കോയമ്പത്തൂർ ഭാഗത്തുനിന്ന് വരുന്ന സമയത്ത് എൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഒരു ട്രക്ക് ഒരാൾ മേലെ കൂടെ കയറുക. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇവരോട് പറഞ്ഞു, അങ്ങോട്ട് നോക്കുകയുള്ളതാണ്. ഞാനത് കാണുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് അത് കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചാണ്, ഒരു 5 കൊല്ലം മുമ്പായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എൻ്റെ മനസ്സ് പടച്ചേരെ. അതിനും ഒരു 5 കൊല്ലം മുമ്പാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് അന്ന് രാത്രി ഉറങ്ങാൻ പറ്റും. അതിനും ഒരു 5 കൊല്ലം മുമ്പായിരുന്നെങ്കിൽ ഞാൻ ഉറങ്ങാണ്ട് എത്രയോ മാസങ്ങൾ ഇരുന്നിട്ടുള്ള കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എവിടുന്ന് അത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അത് നിങ്ങൾക്ക് റിലേറ്റ് ആവാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞത്, അല്ലാണ്ട് ഈ വിഷയത്തിലേക്ക് കൊണ്ടുവന്ന ഈ ഒറ്റ കാരണം കൊണ്ട്. ഇതുപോലെ എത്രയോ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്കും, നിങ്ങൾ പണ്ട് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തിരുന്ന വിഷയങ്ങൾ ഇന്ന് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുന്നവിടെ നിങ്ങൾ കൈവരിച്ചിട്ടുള്ള സ്ഥൈര്യത്തെക്കുറിച്ച് ഒരു ഏകദേശ ബോധം നിങ്ങൾക്ക് കിട്ടും. അത് മരവിപ്പല്ല, ഉൾക്കാഴ്ചയോട് കൂടിയിട്ടുള്ള ഒരു തിരിച്ചറിവ്. ഈ ഘട്ടം എത്തിത്തുടങ്ങിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഈ പരിശീലനം നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നുള്ളൂ. ഒരു ചിന്ത ഉള്ളിൽ ഉണ്ടാകുന്ന സമയത്ത് അതിനെ ശ്രദ്ധിക്കുക. ഒരു ചിന്ത ഉണ്ടായിരിക്കണം, അകത്ത് ചോദിക്കുക, ഈ ചിന്ത ആർക്കാ ഉണ്ടായത്? ഉറക്കെ ചോദിക്കണ്ട, വീട്ടിലുള്ളവർ കേൾക്കും. ഈ ചിന്ത ആർക്കാ ഉണ്ടായത് എന്ന് ഉറക്കെ ചോദിക്കണം. അകത്ത് ചോദിച്ചാൽ മതി, ശാന്തമായിട്ട് ചോദിക്കുക. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന സ്വാഭാവിക നാച്ചുറൽ ആൻസറാണ് എനിക്കാണ് ആ ചിന്തയായിട്ട്. ഇവിടെ നിന്നാണ് ഈ 3 ചോദ്യം കഴിയുമ്പോൾ, ആ 2 ചോദ്യം കഴിഞ്ഞ് 3ാമത്തെ ഉത്തരം എനിക്കെന്ന് കിട്ടുന്ന അവിടെ നിന്നാണ് ശരിയായിട്ടുള്ള ആത്മവിചാരം തുടങ്ങുന്നത്. അപ്പൊ ചോദിക്കുന്ന ചോദ്യമാണ്, ആരാണ് ഈ ഞാൻ? ഇതാണല്ലോ മഹർഷി നമ്മളെ പഠിപ്പിച്ച കോർ ചോദ്യം. പക്ഷേ പലർക്കും അദ്ദേഹം പറഞ്ഞത് നന്നായി പഠിച്ചാൽ മനസ്സിലാവും, ഉടനെ തന്നെ ചാടിക്കേറി ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ ശ്രമിക്കരുത്.
നമ്മളൊക്കെ ചെയ്യുന്നത്. ആരാണ് ഈ ഞാൻ ചോദിച്ചാൽ ഉടനെ നമ്മൾ ഉത്തരം കൊടുക്കാൻ, പിന്നെ അടുത്ത് വീണ്ടും വർക്ക് മനസ്സ് ചെയ്യരുത്. ആ സമയത്ത് ചിന്തിക്കേണ്ടതുണ്ട്. ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഈ വാക്കുകളൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ ആ നിലനിൽപ്പിൻ്റെ ഒരു ശുദ്ധമായ ബോധമുണ്ട്. വാക്കില്ല പറയാൻ, അതുകൊണ്ടാണ് ഒരു ആംഗ്യത്തിൽ അത് കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഞാനുണ്ട് എന്ന് പറയുന്ന ഒരു ബോധം, വാക്കൊന്നുമില്ല, ഉണ്ട്. ആ ബോധത്തിലേക്ക് അതാണ് ആ ഞാൻ, അതിലേക്ക് ശ്രദ്ധ കൊടുത്താൽ അതാണ് അതിൻ്റെ ഉത്തരം. വാക്കുകൊണ്ട് ഇതിന് ഉത്തരം കൊടുക്കരുത്. ദക്ഷിണാമൂർത്തി ചെയ്ത പോലെ ജ്ഞാനമുദ്ര പിടിച്ച് നിശബ്ദനായിട്ടിരുന്നില്ലേ, അതാണ് ഉത്തരം. ആ നിശബ്ദതയെ ഉത്തരമായിട്ട് അങ്ങോട്ട് കൊടുക്കുക. ഇത് പരിശീലിക്കുക, ഇത് നിരന്തരം പരിശീലിക്കുക. അങ്ങനെ നിലകൊള്ളുക. 2-3 സെക്കൻഡ് കിട്ടിയാൽ പോലും ധാരാളം മതി. അതാണ് യഥാർത്ഥ വിചാരം. ഒരു ഫ്ലാഷായിട്ട് കിട്ടിയാൽ പോലും മതി. അതാണ് യഥാർത്ഥ വിചാരം. വീണ്ടും മനസ്സലയും ഉറപ്പാണ്. 2 സെക്കൻഡ് 3 സെക്കൻഡിൽ കൂടെ മാക്സിമം നിൽക്കില്ല. നമുക്ക് സാധാരണ ശ്രദ്ധ തന്നെ നിൽക്കുന്നില്ല. ഇപ്പൊ ഈ അടുത്ത് ഒരു മഹാത്മാവ് അദ്ദേഹമായിട്ട് സംസാരിക്കാൻ സാധിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, 80കളിൽ ആൾക്കാർക്ക് 18 മിനിറ്റ് വരെ ഫോക്കസ്ഡ് ആയിട്ട് ഒരു പ്രഭാഷണം കേട്ടിരിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ അത് 8 സെക്കൻഡാണ്. 8 സെക്കൻഡിന്റെ അപ്പുറത്തേക്ക് ഒരു കാര്യം ഒരാൾക്ക് ശ്രദ്ധിച്ചിരിക്കാൻ സാധിക്കില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞ അവസ്ഥ. അപ്പൊ ഇവിടെ ആ ശ്രദ്ധ എന്തായാലും മാറും, മനസ്സ് വീണ്ടും അലയും. അപ്പൊ എന്താ ചെയ്യുക? മനസ്സലയും. അത് സാധാരണമാണ് എന്ന് ആദ്യം അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യുക. അതിലൊരു വിഷമോ പാപബോധമോ കുറ്റബോധമോ ഒന്നും വിചാരിക്കരുത്. മനസ്സിനെ ഉണ്ടാക്കിയിട്ടുള്ളത് അലയാനാണ്. കപ്പൽ എന്താ പൊങ്ങിക്കിടക്കുന്നത്? അത് പൊങ്ങിക്കിടക്കാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളിൽ തമാശയായിട്ട് പറയില്ല, അതുപോലെ മനസ്സുണ്ടാക്കിയിട്ടുള്ളത് അലയാനാണ്. ഒരു സ്ഥലത്ത് അതിന് ഇരിക്കാൻ പറ്റില്ല, അത് വേറെ എവിടെയെങ്കിലും ചെന്ന് ഒട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ അതിന് നിർബന്ധ ബുദ്ധിയാ പിടിച്ച് നിർത്തരുത്. ഓട്ടോമാറ്റിക്കലി അടുത്തൊരു ചിന്ത വരും. അടുത്തൊരു ചിന്ത വരുമ്പോൾ കുറച്ചു നേരം ഒന്നും മറന്നാലും വീണ്ടും കിട്ടും. ഇതാ ഒരു ചിന്ത ഉണ്ടായിരിക്കണം. ഞാൻ സാധാരണ പറയാൻ, നമ്മൾ സഹസ്രനാമം ചെല്ലുമ്പോഴൊരു കഥ, ഓം വിശ്വം വിഷ്ണു വഷത്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു കഴിയും. കുറെ നേരം കഴിയും. പെട്ടെന്ന് നോക്കുമ്പോൾ സർവപ്രഹരണായുധ. എത്തിയോ? ഇതിലെത്തി. ഇത് ഇടയിലുള്ളതൊക്കെ ഇവിടെ പോയി. ആ ആത്മയോനി എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും ഒരു ഉണർച്ചയുണ്ട്. കാരണം എന്താ, കഴിയാറായി. ആത്മയോനി സ്വയം ജാതോ വൈഹാനസ, അതൊക്കെ കേൾക്കുമ്പോഴും പിന്നെ അങ്ങോട്ട് ഭയങ്കര ശബ്ദമാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ എന്താ സംഭവിച്ചതെന്ന് പോലും ഓർമ്മയുണ്ടാകും. കാരണം മനസ്സെവിടെയോ പോയി, ശരീരം ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരുന്നു. അതാ സംഭവിക്കുന്നത്. എന്നാലും ഇടയിൽ ഓർമ്മ വരും എവിടെയെങ്കിലുമൊക്കെ. ചിലപ്പോൾ ഒരാളുടെ പേര് ശ്രീധരൻ എന്നാണെങ്കിൽ ശ്രീകരാണോ എൻ്റെ പേര്, അല്ലേ? ലളിതാ സഹസ്രനാമാണെങ്കിൽ അവനവൻ്റെ പേര്. എൻ്റെ മോള് ചെറുതാവുള്ള പേര് നന്ദിനി എന്നാണ്. ഞാൻ ഈ ലളിതാ സഹസ്രനാമം ജപിക്കുന്ന സമയത്ത് കറക്റ്റ് അവളുടെ പേര് വിളിക്കാനായി അവൾ ഒരു പൂജാമുറോടാൻ കിട്ടും. പേര് കേട്ട് കഴിഞ്ഞാൽ ഹാത്ത് വർക്ക് പോകും. അവളുടെ പേര് വിളി കേട്ട് കഴിഞ്ഞാൽ നന്ദിനി വിഘ്നനാശിനി എന്ന് കേൾക്കണം. അപ്പോൾ അവനവൻ്റെ ചിന്ത കൊണ്ടുവരാൻ എന്തെങ്കിലുമൊക്കെ ട്രിഗർ ഉണ്ടെങ്കിൽ അപ്പോഴെങ്കിലും ഈ പരിശീലനം നേരത്തെ ബാക്കി ഇതിന് മുമ്പുള്ള ആ 3 ഘട്ടങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വീണ്ടും നമ്മുടെ ബോധത്തിൽ എന്ത് തിരിച്ചു വരും. ഇതാ ഒരു ചിന്ത എനിക്ക് ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇത്രയും നേരം ഇന്ന ചിന്തകളിലായിരുന്നു എന്ന് തോന്നിയാൽ വീണ്ടും ആ പ്രക്രിയ ആരംഭിക്കുക. ഒരു ചിന്ത ഉണ്ടായിരിക്കുന്നു. ഈ ചിന്ത ആർക്കുണ്ടായി? എനിക്കാണ് ഉണ്ടായത്. ഞാൻ ആരാണ്? ഈ പറഞ്ഞ ഞാൻ ആരാണ് എന്ന് ചോദിച്ച് അതിനൊരു ഉത്തരം ആ സൈലൻസിൽ കൊണ്ടുവരിക. വീണ്ടും ഈ ചിന്തയുടെ ഉറവിടം എൻ്റെ അടുത്തേക്കാണെന്ന് തിരിച്ചറിയുക. ഞാൻ എന്നുള്ള ബോധത്തിൽ വിശ്രമിക്കുക. രമണ മഹർഷി പറഞ്ഞ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെ മുറുകെ പിടിക്കാനുള്ളതല്ല അർത്ഥം, മറിച്ച് വീണ്ടും അവനവൻ്റെ സ്വത്വത്തിലേക്ക് മടങ്ങിപ്പോകണം. റിട്ടേണിങ് ടു ദ സെൽഫാണ് എന്ന് മഹർഷി കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗൃഹസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇത് എത്ര നേരം ചെയ്യണമെന്നുള്ളതല്ല, എത്ര തവണ നിങ്ങൾക്കൊരു ദിവസത്തിൽ ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിലാണ് ഇതിൻ്റെ ഇഫക്റ്റീവ്നെസ് കിടക്കുന്നത്. മറ്റ് ആശ്രമങ്ങളിൽ, സന്യാസാശ്രമത്തിലൊക്കെ എന്താ വെച്ചാൽ അതാണ് അവരുടെ ധർമ്മം എന്നുള്ളത് കൊണ്ട് അവർക്ക് അതിനു വേണ്ടി സമയം നിശ്ചയിച്ച് അതിൻ്റേതായിട്ടുള്ള സാധനാക്രമങ്ങൾ ഉണ്ടാക്കിയിട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളും അതിൻ്റെ ചിട്ടകളും ഒക്കെ ഉണ്ട് അവിടെ. ഗൃഹസ്ഥനം നടക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഞാൻ 10 പ്രാവശ്യം ഒരു ഡയറി സൂക്ഷിക്കുക, ഒരു ലോഗ് എഴുതി വയ്ക്കുക, ഫോണിലെങ്കിലും വെച്ചാൽ ഞാൻ ഇന്ന് 10 പ്രാവശ്യം എനിക്ക് ആത്മവിചാരം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. ആദ്യം ചിലപ്പോൾ ഒരു അഭിനയമായിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോൾ
അതങ്ങോട്ട് ഉറച്ച് വരും. പിന്നെ നമ്മൾ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിൻ്റെ നടുക്ക് നിൽക്കുകയാണെങ്കിലും അകത്ത് ഈ തിരുനാളം ഇങ്ങനെ കാറ്റിലലയാതെ നിൽക്കുന്നതായിട്ട് നമുക്ക് കിട്ടാൻ അത് ആ ബോധം അങ്ങനെ ഉറച്ചു കിട്ടുന്നു. ഇത് ദൈനംദിനമായിട്ടുള്ള ആ ജീവിതത്തിൻ്റെ ഇടയിൽ എങ്ങനെ പരിശീലിക്കാം? നമ്മളപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഇടയിൽ നമ്മൾ ഓടി നടന്ന് പണിയെടുക്കുകയാണ്. ഇത് ചെയ്യാം. ഇപ്പോൾ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തായിട്ടുള്ള ഒരാളുണ്ട്. അങ്ങനെ ഇവിടെ വലിയൊരു കൊറിയർ കമ്പനിക്ക് ഡെലിവറി ചെയ്യുന്ന ഒരാളാണ്. വലിയ ബാഗും ചുമന്ന് സകല സ്ഥലങ്ങളിലും പോകുന്ന ഒരാൾ ഈ പാലക്കാട്. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ യോഗികളിൽ ഒരാളാണ്. 34 വയസ്സ്. ഇങ്ങനെ ആത്മവിചാരം ചെയ്യണ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല പാലക്കാട്. വേറെ കൊറിയർ അദ്ദേഹം നമ്മളെ കൊണ്ടുവരുന്ന നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള വലിയ ഒരു ഷിപ്പിംഗ് കമ്പനിയുടെ ഒരു ഏജന്റാണ് അദ്ദേഹം. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട മനസ്സുകൊണ്ടെങ്കിലും തൊഴുതു. അനാവശ്യ സംസാരങ്ങളില്ല, എന്നാൽ സൗമ്യമായിട്ടേ സംസാരിക്കുള്ളൂ. ഒരു പദ്ധതിയും മോശം പറയില്ല. വായിച്ചറിവുണ്ട്, നല്ല ജപമുണ്ട്. ഞാൻ ചിന്തിക്കാൻ അദ്ദേഹത്തിന് എവിടെയാണ് രാവിലെ കുളിച്ച് എഴുന്നേറ്റ് ഇരുന്നിട്ടൊക്കെ ജപിക്കാനൊക്കെ സമയം, ധ്യാനിക്കാൻ സമയം ഉണ്ടാവും. കാരണം അങ്ങോട്ട് രാവിലെ എൻ്റെ അറിവിൽ അന്നേരക്ക് ന്യൂസ് പേപ്പർ ഇടുന്ന പണിയും കൂടി ഉണ്ടോ സംശയമുണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ 2:30-3 മണിക്കൊക്കെ എണീക്കണം. രാത്രി മനുഷ്യൻ എപ്പോഴാണ് വീട്ടിൽ പോകുന്നതെന്നല്ല. ജോലിയുടെ പാലക്കാടാണെങ്കിലും അമ്പലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ വന്നു പോകും. അപ്പോൾ ഇത് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കും. ദിവസം മുഴുവൻ ധ്യാനിച്ചിരിക്കേണ്ട, കണ്ണടച്ചിരിക്കേണ്ട ആവശ്യമില്ല. ചെറിയ വിചാരങ്ങൾ ശീലിച്ചാൽ മതി. നമ്മളതിനെ മൈക്രോ എൻക്വയറി, ചെറിയ കുട്ടി ചോദ്യങ്ങൾ, കുട്ടി അന്വേഷണങ്ങൾ, ചെറിയ അന്വേഷണങ്ങൾ നടത്തിയാൽ ദിവസം നടക്കണ സമയത്ത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് അടുക്കളയിൽ നിന്ന് ബെഡ്റൂമിലേക്ക് പോകണം, അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൽ ഒരു പാത്രം എടുത്ത് ആരാണ് കൊണ്ടുപോകുന്നത്, ഈ കറി എടുത്തോണ്ട് പോകണത് ആരാ എന്ന് ചോദിച്ചാൽ മതി. ആരാണ് കോളിംഗ് ബെല്ല് അടിച്ചത് എന്ന് നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. ആരാണ് ഈ കോളിംഗ് ബെല്ല് അടിച്ച ആള് ആരാന്നറിയാൻ നടക്കണമെന്ന് ആലോചിച്ചാൽ മതി. ആരാണ് ഈ പ്രഭാഷണം കേൾക്കാൻ ഇവിടെ വന്നിരിക്കുന്നത്? നമ്മൾ ഈ ശരീരത്തിനെ എടുത്തോണ്ടാണ് വരണത് എന്ന് മനസ്സിലായാൽ നമ്മളുടെ ശരീരമല്ല നമ്മളെന്നുള്ളത് ആദ്യം തന്നെ ഒരു ഫ്ലാഷ് തലയിലടിക്കും. നമ്മൾ ആക്ച്വലി നമ്മളെ എടുത്തോണ്ട് നടക്കും. ഈ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, അത് കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ ഏറ്റവും മുകളിൽ അതിൻ്റെ തലടകത്തണ അതിൻ്റെ കൺട്രോൾ, അത് ഈ ക്രെയിന് ഈ JCB ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇരിക്കുന്ന പോലെ ഒരു ക്യാബിനുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് അത്രയും വലിയ ശരീരത്തിനെ ഈ റോബോട്ടുകൾ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ വാസ്തവത്തിൽ അതുപോലെയാണ്. നമ്മുടെ ആത്മയിൽ ഇരുന്നിട്ടാണ് ആത്മാവ് നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സും അവിടെ ഇരിക്കുന്നു. അവിടെ ഇരുന്നു കൊണ്ടാണ് ഇത്രയും വലിയ ശരീരത്തിനെ അത് കയ്യും കാലും ഇളക്കുന്നതും സകല കാര്യങ്ങളും ചെയ്തോണ്ട്. ഇത് കണ്ടാൽ തന്നെ, ഇത് ശീലിച്ചാൽ തന്നെ, ഒരു കൊച്ചുകുട്ടിയുടെ ഭാവനയാണെങ്കിലും ഇത് ശീലിച്ചാൽ തന്നെ ഇതിലൊരു നിഷ്കളങ്കതയുണ്ട്. ശരീരബോധത്തിനെ മെല്ലെ 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 പൊളിച്ചു കളയാൻ സാധിക്കും ഏത് പ്രവൃത്തി ചെയ്യുന്നത്. അപ്പം നടക്കുമ്പോൾ ആരാ നടക്കണത്? ദേഷ്യം വരുന്ന സമയത്ത് ഈ ദേഷ്യം ആർക്കാ വരണത്? പരിശീലനം കൊണ്ട് അതും സാധിക്കും. നമുക്ക് തന്നെ തോന്നും, നമ്മൾ ചിലപ്പോൾ വെറുതെ ദേഷ്യപ്പെടുന്ന സമയത്ത് എന്തിനാ ഇങ്ങനെ ഞാൻ ദേഷ്യപ്പെടണമെന്ന് നമുക്ക് തന്നെ തോന്നാറില്ല. കരയുമ്പോൾ തോന്നാറില്ല, എന്തിനാ ഞാനിങ്ങനെ ഇത്ര കരയണത്? അപ്പം അകത്തൊരാളുണ്ട്. അത് ഭാഗ്യമാണ് അങ്ങനെ തോന്നുന്നവർക്ക്. കാരണം ഇതിന്നൊക്കെ വ്യത്യസ്തരായിട്ട് വേറിട്ട് നിൽക്കുന്ന ഒരാൾ അവിടെ ഇരിക്കുന്നു. അതാണ് ആ ആത്മാവിൻ്റെ ചോദ്യം. അത് ഭയം തോന്നുമ്പോൾ ആരാണ് പേടിക്കണത്? എന്തിനാ പേടിക്കണമെന്നല്ല, ഞാൻ എന്തിനാ എങ്ങനെ പേടിക്കണം എന്നല്ല ചോദിക്കേണ്ടത്. ആരാണ് ഈ പേടിക്കണത്? ഈ പേടി എവിടെയാ കാണുന്നത്? ശരീരത്തിലാണ് പേടി കാണുന്നത്. നെഞ്ചിൽ കല്ലിട്ട പേര് തോന്നുക, തല കറങ്ങുക, വെട്ടി വേർക്കുക, ശരീരത്തിലുള്ള ഭയം, ആത്മാവിലല്ല. ഇത് കൃത്യമായിട്ട് ഭഗവാൻ വേർതിരിച്ചു കൊടുക്കുന്നുണ്ട് ഗീതയിൽ അർജുനന്. നമ്മൾ പലപ്പോഴും നമ്മുടെ ആശയങ്ങളുമായിട്ട് നമ്മുടെ വികാരങ്ങളെ കൂട്ടിക്കലർത്തിയിട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് നമ്മൾ ഈ പുകമറയിൽ പെടുന്നത്. അപ്പൊ ഭയം തോന്നുന്ന സമയത്ത് ആരാണ് ഭയപ്പെടുന്നത് ചോദിക്കും. സന്തോഷം തോന്നുന്ന സമയത്ത് ആരാണ് ഇത് ആസ്വദിക്കുന്നത്? രുചിയായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ആരാണ് ഈ ടേസ്റ്റ് അനുഭവിക്കുന്നത്? ഇത് ചോദിക്കാൻ ശീലിച്ചാൽ മതി. വികാരങ്ങൾ എന്തോ ആവട്ടെ, ആ വികാരങ്ങൾ വരുമ്പോൾ ആർക്കാണ് ഇത് തോന്നുന്നത് എന്ന് ചോദിക്കാൻ പഠിച്ചാൽ മതി. അല്ലാണ്ട് ഇത് ചിന്തിക്കാൻ പാടില്ല, മഹാഭാവം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിട്ട് ഒരു കാര്യമില്ല. വികാരങ്ങളെ അടിച്ചമർത്തൽ. ശ്രദ്ധയെ വികാരത്തിൽ നിന്നും അനുഭവസ്ഥലിലേക്ക് മാറ്റുക, അനുഭവത്തിലേക്ക് മാറ്റുക എന്ന് പറയും. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ കാലക്രമേണ വിചാരം, ആത്മവിചാരം ജീവിതത്തിൻ്റെ ഭാഗമാവും. അപ്പോൾ ജീവൻ മുക്തനാണ്.
ഇതാണ് ജീവൻ മുക്തൻ. ഈ ആത്മവിചാരം അങ്ങോട്ട് സ്ഥിരമായിട്ട് അങ്ങോട്ട് ഒരു കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ആയിട്ട് മാറിക്കഴിയുമ്പോൾ അവൻ ജീവൻ മുക്തനാവും. അവൻ ചിലപ്പോൾ മെഴ്സറീസ് ബെൻസിൽ ഡ്രൈവ് ചെയ്യുന്നുണ്ടാവും, 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നുണ്ടാവും, കോട്ട് സൂട്ട് കൊണ്ട് നടക്കുന്നുണ്ടാവും, പക്ഷെ അവൻ ജീവൻ മുക്തനായിരിക്കും. ഭഗവാൻ നിർണയിച്ച ജീവൻ മുക്തൻ കൃഷ്ണന്റെ ജീവിതം തന്നെയാണ്. കൃഷ്ണൻ സകല വൈരുദ്ധ്യങ്ങളിലും നടുക്ക്, സകല ആർഭാടങ്ങളുടെയും, സകല ഡേഞ്ചറുകളുടെയും, സകല വിധത്തിലുള്ള പ്രലോഭനങ്ങളുടെയും എല്ലാറ്റിൻ്റെയും നടുക്കിരുന്നിട്ട് ചെയ്ത് കാണിച്ചത്, ഗുരുവായൂരപ്പൻ കാണിച്ചത് ഇതൊരു ഒറ്റൊന്നാണ്. അതിലേക്കുള്ള ഏറ്റവും ലളിതമായിട്ടുള്ളൊരു മാർഗമാണ് മഹർഷി നമുക്ക് പഠിപ്പിച്ചു തന്നത്. ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ആദ്യം പറഞ്ഞ പോലെ തന്നെ മനസ്സിനെ ശൂന്യമാക്കാൻ വേണ്ടിയിട്ട് ബലം പ്രയോഗിക്കരുത്. ഒരിക്കലും ഇത് കേട്ടു എന്നുള്ളത് കൊണ്ട് ഭക്തിയോ ജപമോ പ്രാർത്ഥനയോ ഉപേക്ഷിക്കരുത്. കാരണം അതാണ് നമ്മളെ അച്ചടക്കം പഠിപ്പിക്കുന്നത്. ഭക്തി കൊണ്ടാണ് നമ്മുടെ മനസ്സിൽ ആർദ്രത ഉണ്ടാകുക. സകല വസ്തുക്കളിലും ഭഗവാനെ കാണാൻ നമ്മളെ പഠിപ്പിക്കലാണ് ഭക്തി. അത് തന്നെയാണ് വിശ്വരൂപ ദർശന യോഗം. അല്ലാണ്ട് ഒരു കമ്പുമാരി ഒരാൾ നിന്നിട്ട് കുറെ തല വെച്ച് കുറെ കയ്യും വെച്ചിട്ട് നിൽക്കുകയല്ല. 1000 വാട്ട് ബൾബ് ലൈറ്റ് ഇട്ടിട്ട് നിൽക്കുന്ന ആളല്ല വിശ്വരൂപം. ഒരു കലണ്ടറിൽ കാണുന്നതല്ല. കാണുന്ന സകല വസ്തുക്കളിലും ഭഗവാനെ കാണാൻ സാധിക്കുക, പ്രഹ്ലാദനെ പോലെ. അതാണ് വിശ്വരൂപ ദർശനം. അതിനുള്ള ചക്ഷുസാണ് കൊടുത്തത് അർജുനന്, ഉൾക്കാഴ്ചയുടെ ചക്ഷുസ്. അപ്പോ ഭക്തിയോ ജപമോ പ്രാർത്ഥനയോ ഒന്നും ഈ വരട്ടുവാദത്തിന്റെ പേരിൽ ഉപേക്ഷിക്കരുത്. കാരണം നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ തമാശയാണ്, വേദാന്തം പറഞ്ഞവൻ ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടും, ക്ഷേത്രവിശ്വാസി വേദാന്തത്തിനെ കുറിച്ച് അഭിപ്രായം പറയും. ഇത് സമഞ്ജസമായിട്ട് മനസ്സിലാക്കി പറഞ്ഞാൽ കുഴപ്പമില്ല. എന്തിനാ ഈശ്വരൻ ഈ നേദ്യം? ഈശ്വരൻ ബ്രഹ്മല്ലേ? ക്ഷേത്രത്തിൽ ഒരു മൂർത്തി ഒരു ശരീരത്തിൽ കൊണ്ട് തളച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പോലെ തന്നെ സകല വിചാരങ്ങളുള്ളതാണെന്നുള്ള ബോധമില്ല. അവിടെ വേദാന്തം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഈ ചില വ്യക്തിഗത ഉപാസനകൾ കൊണ്ട് നടക്കണവരുണ്ട്, അവർക്കാണെങ്കിൽ വേദാന്തത്തിനെ പുച്ഛമാണ്, ജ്ഞാനമാർഗത്തിനെ പുച്ഛാണ്, രാജയോഗ മാർഗങ്ങളെ പുച്ഛാണ്. എന്തിനാ ഇങ്ങനെ ഓരോ ഫ്രെയിമിൽ അടിച്ച് സ്വയം നശിക്കണം? നമ്മൾ ഗൃഹസ്ഥർക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്താ വെച്ചാൽ നമ്മുടെ മുന്നിൽ എല്ലാ ഓപ്ഷൻസും വിസ്തരിച്ചിട്ട് വലിയ സദ്യയായിട്ട് ഭഗവാൻ പോലും 56 വിഭവം കഴിക്കുന്നുണ്ട്. ചപ്പൻ പോകെ ഭഗവാനുള്ളൂ. നമുക്കൊക്കെ ലക്ഷക്കണക്കിന് വിഭവങ്ങളുള്ള നമ്മുടെ ആചാര്യന്മാർ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വിളമ്പി വെച്ച് തന്നിട്ടുള്ളത്. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള രുചിയുണ്ട്, ഓരോന്നും പോഷിപ്പിക്കേണ്ട ആത്മാവിനെ. പിന്നെ എന്തിനാണ് ഈ കറി മാത്രമാണ് നല്ലത്, ഞാൻ ജപിക്കുന്നത് മാത്രമാണ് ശരി, എൻ്റെ ഗുരുനാഥൻ പറഞ്ഞത് മാത്രമേ ശരിയുള്ളൂ എന്ന് പറഞ്ഞതിൽ അർത്ഥം എന്താ? വിഭാഗീയതയുടെ ധർമ്മമല്ല സനാതനധർമ്മം. സനാതനധർമ്മം പ്രകൃതിയുടെ ധർമ്മമാണ്, പ്രകൃതി വൈവിധ്യത്തിൻ്റെ ധർമ്മമാണ്. പ്രകൃതിയിൽ എന്താ ഒന്നുപോലെ വേറൊന്നില്ല, എന്നാൽ എല്ലാറ്റിൻ്റെ ഉള്ളിൽ ഒന്നുണ്ട് താനും. അത് പഠിപ്പിക്കാനാണല്ലോ ഈ പൂണൂലിട്ട് തരുന്നത്. എന്തിനാ ഏറ്റസൂത്രം ഇട്ട് തരുന്നത്? എല്ലാറ്റിൻ്റെ ഉള്ളിലും ഒരു സൂത്രമായിട്ട്, ഒരു നൂലായിട്ട് ആ ബ്രഹ്മവിദ്യ ഇരിക്കണു. അതിന് 10 കെട്ടിട്ട് കൊടുത്തിരിക്കുന്നു, 10 ഘട്ടങ്ങളായിട്ട്. ഇതൊന്നും അറിയാണ്ട് നമ്മൾ വീണ്ടും കമ്പാർട്ട്മെന്റ് ഉണ്ടാക്കി. അതുകൊണ്ട് ഞാൻ ബ്രഹ്മമാണ് എന്ന് കരുതി കടമകൾ മറക്കരുത്. ജീവിതത്തിലുള്ള എല്ലാ അവസ്ഥകളെയും ആ ബോധത്തിൻ്റെ കാഴ്ചയെ കൂടെ കൊണ്ടുവരാൻ സാധിച്ചാൽ, ബാലകൃഷ്ണ നായർ സാർ പറഞ്ഞ പോലെ, ബാലകൃഷ്ണ നായർ സാർ, ബാലകൃഷ്ണ നായർ സാറിൻ്റെയൊക്കെ റൈറ്റിങ്സ് നമ്മൾ വായിക്കുമ്പോൾ ഒരു ഗൃഹസ്ഥൻ എങ്ങനെ വേദാന്തത്തിനെ മനസ്സിലാക്കണം എന്നുള്ളത് നമുക്ക് നല്ലൊരു കാഴ്ചപ്പാട് കിട്ടും. ആചാര്യസ്വാമികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രായോഗികമായിട്ടുള്ള അദ്വൈതം. ഈ പ്രായോഗിക അദ്വൈതം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഗൃഹസ്ഥനാണ്. കാരണം ശത്രുവും ബ്രഹ്മാണ്, അല്ലേ? സ്നേഹിതനും ബ്രഹ്മാണ്. ഏത് കാഴ്ചപ്പാടിൽ നമ്മൾ സ്വീകരിക്കും? ഗോഡ് ഈസ് ലവ് എന്ന് പറഞ്ഞിട്ട് ശത്രുവിനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. സെമറ്റിക് സിസ്റ്റങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടത്, പക്ഷെ നമുക്ക് സാധിക്കും. അപ്പൊ നമ്മളതിനെ എങ്ങനെ അതിന്റെ കാഴ്ചപ്പാട് എന്തായിരിക്കും? ഞാൻ പല പ്രഭാഷണങ്ങൾ തമാശയ്ക്ക് എഴുതിയിട്ടാണെങ്കിൽ പറയാറുള്ള കാര്യം, ബ്രഹ്മമാകണ സർപ്പം, ബ്രഹ്മമാകണ നിങ്ങളെ കൊത്താൻ വന്നാൽ വടിയാകണ ബ്രഹ്മം എടുത്തിട്ട് ആ സർപ്പമാകണ ബ്രഹ്മത്തിനെ ഹനിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളാകണ ബ്രഹ്മം വടിയാകണ ബ്രഹ്മായി മാറുന്നു. അതാണ് പ്രായോഗികത. പ്രപഞ്ചം ഒന്നിനും നമ്മളെ മാതിരി കമ്പാർട്ട്മെന്റുകൾ വെച്ചിട്ടില്ല. ഒരു നദിയിൽ, സ്ഥിരം പറയാറുള്ള ഉദാഹരണം, ഒരു നദിയിൽ ഒരു പരമദുഷ്ടനും ഒരു വളരെ സാത്വികനായിട്ടുള്ള ഒരാളും ഒരേ സമയം നട്ടുച്ച നേരത്ത് ദാഹിച്ച് വലഞ്ഞ് വെള്ളം കുടിക്കാൻ പോകുമ്പോൾ
നമ്മളാണെങ്കിൽ പറയും അവൻ ദുഷ്ടനാണ്, അവന് കൊടുക്കരുത്, നല്ലവന് മാത്രം കൊടുത്താൽ മതി. നദി പറയൂ, എടാ ദുഷ്ട, നീ അവിടെ നിൽക്ക്, നീ എൻ്റെ വെള്ളം കുടിക്കരുതെന്ന്. അതേപോലെ ബ്രഹ്മത്തിന് ഈ നമ്മൾ ആരോപിക്കുന്ന ഗുണദോഷ വിചാരാദികളൊന്നുമില്ല. അതിനെ നമ്മൾ പറഞ്ഞു ഉണർത്തുമ്പോൾ മാത്രമാണ് അത് അവതാരങ്ങളൊക്കെ എടുക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ തവണയും ഭൂമിദേവി പോയിട്ട് കരഞ്ഞു പറയേണ്ട ആവശ്യം വരുന്നത്. ഭഗവാൻ ഇതൊക്കെ അറിയില്ലേ, ഭഗവാൻ ഇതൊക്കെ അറിഞ്ഞു ചെയ്തോളില്ലേ എന്നൊക്കെ ചോദിക്കും. നമ്മുടെ സ്വരൂപത്തിന് നമുക്ക് ബോധമില്ല. നമ്മുടെ സ്വരൂപത്തിനെ കുറിച്ച് നമുക്ക് ബോധമില്ല. അവിടെ തന്നെ തുടങ്ങുന്നു കുഴപ്പങ്ങളുടെയൊക്കെ അടിസ്ഥാനം. അപ്പൊ ഇതിനെ നമ്മൾ ബ്രഹ്മമാണ് എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ജീവിതത്തിൽ നിന്നുള്ള എസ്കേപ്പിസ്റ്റ് ആയിട്ടുള്ളത് അതെടുക്കണം. നമ്മൾ എസ്കേപ്പിസ്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ എൻറ്റാങ്കിൾഡ് ആവും. കാരണം ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ വെറുക്കലല്ല, ഒളിച്ചോട്ടമല്ല. അത് ഈശ്വരീയമാണെന്നും അത് ഈശ്വരന് സമർപ്പിക്കപ്പെടേണ്ടതാണെന്നുള്ള ബോധത്തോട് കൂടിയിട്ട് സമർപ്പിച്ചുകൊണ്ട് ഈശ്വരൻ ചെയ്യണു എന്ന് കരുതിയിട്ട് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഡിറ്റാച്ച്മെന്റിന്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ. പിന്നെ അത്ഭുത കാഴ്ചകൾ, വിഷൻസ്, ആ വെളിച്ചം കണ്ടു, ഈ വെളിച്ചം കണ്ടു, ഇവിടുന്ന് തരിപ്പ് വന്നു, ഈ വിധത്തിലുള്ള അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. യഥാർത്ഥ ശുദ്ധമായിട്ടുള്ള ബോധത്തിൽ നിന്ന് കിട്ടുന്ന ആനന്ദം, ഭട്ടതിരി പറഞ്ഞ സാന്ദ്രാനന്ദം, ശാന്തമാണ്, സ്വച്ഛമാണ്. അതിലൊരു അണി മറിച്ചിലില്ല. തുള്ളിച്ചാട്ടം, എളിച്ചിട്ട് വെച്ചക്കാട് മാതിരി വിറയ്ക്കുക, ബോധം കെട്ട് താഴെ വീഴുക, ഇതൊന്നുമില്ല. മാന്ത്രികമായിട്ട് പറഞ്ഞാൽ ഒരു ആശ്രമാന്തരീക്ഷം ആയതുകൊണ്ട് എനിക്കത് കൂടുതൽ വിസ്തരിക്കാൻ സാധിക്കില്ല. അങ്ങനെയൊക്കെ നമ്മൾ പലരിലും കാണാറുണ്ട്. അതൊക്കെ വളരെ കുഴപ്പം പിടിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുടെ അനന്തരഫലങ്ങളാണ്. ഒന്നുമില്ലെങ്കിൽ ചില സാധനങ്ങളൊക്കെ തെറ്റായിട്ട് ചെയ്യുക, ശ്വാസഗതിയിലൊക്കെ വെച്ചിട്ട് ശ്വാസഗതിയൊക്കെ കൊണ്ടുള്ള പല സാധനങ്ങളും വളരെ അപകടകരമായിട്ട് ഗുരുവിൻ്റെ സാന്നിധ്യമില്ലാണ്ട് ഉപദേശമില്ലാണ്ടും ചെയ്യും. അനവധിയായിട്ട് തീവ്രമായിട്ടുള്ള മന്ത്രങ്ങളൊക്കെ എടുത്തിട്ട് തോന്നുന്ന പോലെ ചെല്ലുക. ഇപ്പം എല്ലാവർക്കും ഫാഷനാണല്ലോ ലളിതാ സഹസ്രനാമവും ദേവി മഹാത്മ്യം പഠനം, അസൽ വാളം, ഇതൊക്കെ എടുത്തിട്ട് തോന്നുന്ന പോലെ ജപിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ വിഷയങ്ങളൊക്കെ സംഭവിക്കും. ഇങ്ങനെ അനവധിയുണ്ട്, പറയാൻ അനവധിയുണ്ട്. അപ്പം അതൊരു വലിയൊരു ടോപ്പിക്കാണ്. അപ്പം അതുകൊണ്ട് ദിവ്യാനുഭവങ്ങൾ ഉണ്ടാവുക. ഞാൻ നീല വെളിച്ചം കണ്ടു, മഞ്ഞ നിറം കണ്ടു, കണ്ണടച്ചപ്പോൾ മയിൽപ്പീലി കണ്ടു, അല്ലെങ്കിൽ ചുവന്ന പട്ട് കണ്ടു, ദേവയുടെ ദംഷ്ട്ര കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചിലർ പല തലയില്ലാതെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞത്. തലയില്ലാണ്ടിരിക്കണം നല്ലതാണ്, കാരണം അഹങ്കാരം ഇല്ലാണ്ടിരിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. നമ്മൾ ഈ തേങ്ങ ഉടയ്ക്കണതിന് അതുകൊണ്ടാണല്ലോ, തല എറിഞ്ഞ് ഉടയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് തേങ്ങ അടിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ അർത്ഥത്തോട് അവിടെ ഒരു ഗുരു ഉണ്ടെങ്കിൽ ഒരു വലിയ ഗുണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഹാലൂസിനേഷൻസ് തന്നെ ഞാൻ പറയാം. ആ ഹാലൂസിനേഷൻ എവിടെന്നാ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സൈക്കോസോമാറ്റിക് എന്ന് പറയും. മനസ്സും ശരീരവും കൂടെ ഉണ്ടാക്കുന്ന ചില ഭ്രമങ്ങളുണ്ട്. അത് മായയാണ്. കാരണം മനസ്സും ശരീരവും മായയുടെ പ്രകൃതിയുടെ പ്രോഡക്റ്റുകളാണ്. ഈ വയ്യാതെ കിടക്കുന്ന ഒരു 36 വയസ്സുള്ള ഒരാൾ കഴിഞ്ഞ കുറച്ച് മാസം മുമ്പ് എനിക്കൊരു മെസ്സേജ് അയച്ചു. സാറേ, ഞാൻ കഴിഞ്ഞ 10 മാസങ്ങൾക്ക് മുമ്പ് കിടപ്പിലായിരുന്നു. നല്ല രീതിക്ക് ഒരു കമ്പനിയിൽ VP ആയിട്ടൊക്കെ ജോലി ചെയ്തിരുന്ന ഒരാൾ, സാമാന്യ വിശ്വാസമുള്ള ഒരാൾ, കിടപ്പിലായിട്ടുള്ള ഒരാൾ. അദ്ദേഹം പരസ്പര സഹായമില്ലാണ്ട് ഒരു പരസഹായം ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കിടപ്പിൽ മലമൂത്ര വിസർജനങ്ങൾ പോകുന്ന തരത്തിൽ ശരീരത്തിൽ അരക്ക് കീഴ്പ്പെട്ട് തളർന്ന് എന്തോ കാരണം കൊണ്ട്, എന്താന്ന് പോലും ഒരു ആക്സിഡൻറ്റോ ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു ചെറിയ പനി വന്നു, അതിൻ്റെ തുടർച്ചയായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായി. പക്ഷെ കിടപ്പിൽ കിടന്നിട്ട് അദ്ദേഹം അതിൻ്റെ ആ വേദനയും വിഷമവും ഒക്കെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുറിയിൽ മഹാദേവൻ്റെ ഒരു പടമുണ്ട്. ആ പടത്തിനെ നോക്കിക്കൊണ്ട് അദ്ദേഹം 10,000 20,000 ഒക്കെ പഞ്ചാക്ഷരം ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് അർദ്ധനാരീശ്വരനാണെന്ന് തോന്നുക, ചില നേരങ്ങളിൽ അത് കാലഭൈരവനാണെന്ന് തോന്നുക, ചില നേരങ്ങളിൽ ഗുരുവായൂരപ്പനാണെന്ന് തോന്നുക. ഇതൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ട് അദ്ദേഹത്തിന് തോന്നാൻ തുടങ്ങി തനിക്ക് എന്തൊക്കെയോ ശക്തികൾ വരുന്നുണ്ട്. അങ്ങനെ അതിൽ അദ്ദേഹം കുടുങ്ങിയിരുന്നപ്പോൾ ആ ശക്തി കൊണ്ട് തനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്ന് തോന്നൽ വന്നപ്പോൾ അദ്ദേഹം കയ്യും കാലും വളക്കാൻ തുടങ്ങി. അദ്ദേഹം എഴുന്നേറ്റിയിരുന്നു. ഉടനെ തന്നെ അദ്ദേഹത്തിന് തോന്നി ഒരു വേല് കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യണം. അതുകൊണ്ട് മകനോട് പറഞ്ഞു വേല് മേടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. ആ കുട്ടി പോയിട്ട് ഏതോ ഒരു കടയിൽ നിന്ന് ഒരു ചെറിയ വേല് മേടിച്ചുകൊണ്ട് വന്ന് കൊടുത്തു. ആ വേല് വെച്ച് അഭിഷേകം ചെയ്യാൻ തുടങ്ങിയതോടുകൂടി അദ്ദേഹത്തിന് കൂടുതൽ വെളിച്ചങ്ങൾ കാണുക. രാത്രിയായി കഴിഞ്ഞാൽ നെറ്റിയുടെ അവിടെ ബൾബ് എത്ര വരി വെളിച്ചം കാണുകയൊക്കെ തുടങ്ങി. അദ്ദേഹം എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. വീണ്ടും ജോലിയിൽ പ്രവേശിച്ചു. നോർമലായപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് ഇല്ലാതെ. അതോടുകൂടി അദ്ദേഹത്തിന് തോന്നി താൻ എന്തോ തെറ്റ് ചെയ്തു,
എനിക്ക് ഈ സിദ്ധികളൊക്കെ പോയി, ഈശ്വരൻ എന്നെ ഉപേക്ഷിച്ചു എന്ന് കരുതി അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചു. ആലോചിച്ചു. ആ ആത്മഹത്യ വീട്ടിലുള്ളവർ ആ ശ്രമം കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇദ്ദേഹം പല ആൾക്കാരോട് ചോദിക്കുന്ന കൂട്ടത്തിൽ എനിക്കും ഈ മെസ്സേജ് അയക്കും. അപ്പം ഞാൻ അദ്ദേഹത്തിനെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു. ഒരു കുഴപ്പമില്ലാത്തൊരു മനുഷ്യൻ. ഞാൻ പറഞ്ഞു, ശരീരം തളർന്നിരിക്കുമ്പോൾ മനസ്സിന് ചിലപ്പോൾ അത്രയും ബലം ഉണ്ടാവില്ല. ആ സമയത്ത് ജപം കൊണ്ട് എന്താ സംഭവിക്കുന്നത്? പ്രാണനെ നമ്മൾ മേൽപോട്ടോ ഉയർത്തും. പ്രാണൻ ഊർധ്വഗതിയാകും. പ്രാണനെ മേൽപോട്ടോ ഉയർത്തുന്ന ജപങ്ങൾ ശരീരവും മനസ്സും തളർന്ന് കിടക്കുന്ന സമയത്ത് ചെയ്താൽ സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള ഹാലൂസിനേഷൻസ് തോന്നുന്നില്ല. അതിന് നമ്മൾ ഫോക്കൽ എപ്പിലെപ്സി എന്ന് പറയും. അതും എപ്പിലെപ്സിയുടെ ലക്ഷണമാണ്. അല്ലാണ്ട് നിലത്ത് കിടന്ന് പടക്കൽ മാത്രമല്ല അപസ്മാരം. ഏത് ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി ചോദിച്ചു. അത് ബാധിക്കുന്ന ഇന്ദ്രിയത്തിനനുസരിച്ചിട്ടാണ് അനുഭവം വരിക. ചെവിയ ബാധിച്ചെങ്കിൽ സ്വകാര്യം പറയല്, മന്ത്രങ്ങളൊക്കെ കേൾക്കും, ശംഖനാദം പോലുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കണ മാതിരിയുണ്ട്. ഇത് ഒരു ഗുരുനാഥന്റെ സാന്നിധ്യം ഇല്ലാതെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പലപ്പോഴും നമുക്ക് കിട്ടുന്ന എന്തൊക്കെയോ അനുഭവമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടും. കാരണം ഇതിന്റെ യാഥാർത്ഥ്യത്തിൽ നടക്കുന്ന സംഭവങ്ങളുണ്ട്. അത് മനസ്സിലാക്കി തരണമെങ്കിൽ ഒരു ഗുരുനാഥനാണ്. കണ്ണിനാണ് ബാധിക്കണമെങ്കിൽ കാഴ്ചകൾ കാണും, ഇല്ലാത്ത ആൾക്കാരെ കാണും. ഗന്ധങ്ങൾ വരും, ജവാദ്, ഇതുവരെ നമ്മൾ അനുഭവിക്കാത്ത സുഗന്ധങ്ങൾ വരും. അപ്പം ഇങ്ങനത്തെ ഹാലൂസിനേഷൻസ് ഒരുപാട് വരും. ഇത് പ്രത്യേകമായിട്ട് ഞാൻ പറയണത് എന്തുകൊണ്ടാ വെച്ചാൽ ഗൃഹസ്ഥരായിട്ടുള്ള സാധകരിൽ പലരും ഇങ്ങനത്തെ അനുഭവങ്ങളിൽ കുടുങ്ങി വഴിതെറ്റി പോകാറുണ്ട്. രമണ ഭഗവാൻ അതിനെയൊക്കെ തടയിടാൻ വേണ്ടിയിട്ടാണ് ഇത്ര ലളിതമായിട്ടുള്ള ഒരു വിചാര പദ്ധതി പറഞ്ഞു വെച്ചത്. ഒരു തരത്തിൽ നോക്കിയാൽ അത് ഗൃഹസ്ഥന് വേണ്ടി പറഞ്ഞതാണോ എന്ന് പോലും തോന്നിപ്പോകും. കാരണം എന്താ വെച്ചാൽ സന്യാസമാർഗത്തിൽ പോകുന്ന ഒരു വ്യക്തിക്ക് സഹായിക്കാൻ എപ്പോഴും ദേവന്മാരും ഗുരുക്കന്മാരും മുഴുവൻ സദാ കൂടെ ഉണ്ടാവും. നമ്മളിൽ പലർക്കും നമ്മുടെ പൂർവ്വകർമ്മത്തിന്റെ ഫലം കൊണ്ട് ആ ഭാഗ്യം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ കാഴ്ചകളോ മിന്നലാട്ടങ്ങളായിട്ടും കാണുന്നതും ഈ വായിച്ചിട്ട് ഇന്ന പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും. ഞാൻ നേരത്തെ പോൾ ബ്രണ്ടൻ എഴുതി വെച്ചത് മഹർഷി തന്നെ പൊളിച്ചു കൊടുത്ത കഥ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സ് പ്രൊജക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ്. അതുകൊണ്ട് മഹർഷി തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്വതയില്ലാതെ വരുന്ന വരണ്ട ഡ്രൈ ആയിട്ടുള്ള ആത്മവിചാരം മാനസികമായ തളർച്ചയിലേക്ക് നിങ്ങളെ നയിക്കുന്നു. അങ്ങനെയുള്ളവരുടെ ചിലപ്പോൾ പെട്ടെന്ന് സാധനാ മാർഗത്തിൽ ഇതൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ടിട്ടങ്ങോട്ട് പോകും. ചിലർക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ തന്നെ വരാറുണ്ട്. ചില ദേവതാഭാവങ്ങളുമായിട്ട് താതാത്മ്യം പ്രാപിച്ചിട്ട് ചില നേരങ്ങളിൽ താൻ ആ ദേവതയാണെന്നും ചില നേരങ്ങളിൽ താൻ വെറും സാധാരണ ഒന്നിനും പറ്റാത്ത മനുഷ്യനാണെന്നും തോന്നുന്ന ഈ ട്രപ്പീസ് കളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മനസ്സ് പോകാറുണ്ട്. അതുകൊണ്ടാണ് ആ മനസ്സിനെ കുഴപ്പത്തിലാക്കുന്ന ഒന്നും ചെയ്യരുത്, ശ്വാസത്തിനെ കുഴപ്പത്തിലാക്കുന്ന ഒന്നും ചെയ്യരുത്. ഈ രണ്ടെണ്ണേ നമ്മുടെ കയ്യിൽ സ്വത്തായിട്ടുള്ളൂ, ഈ പ്രാണനും ഈ മനസ്സും. ഇതുകൊണ്ടാണ് നമ്മൾ വരണത്, ഇത് കളഞ്ഞിട്ടാണ് നമ്മൾ പോകേണ്ടത്. ഇവിടെ ഇരിക്കും ഇത് രണ്ടുമേ നമ്മുടെ കയ്യിലുള്ളൂ. ബാക്കിയുള്ള സ്വത്തൊക്കെ പോയാലും തിരിച്ചുണ്ടാക്കാം, ഇത് പോയാൽ കിട്ടില്ല. ഇതിനെ വെച്ചിട്ട് വേണം ഇതിനെ മറികടക്കാൻ. നിർമ്മലാനന്ദഗിരി സ്വാമി പറഞ്ഞ മാതിരി ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറഞ്ഞത് ഇതാണ്. ഈ മനസ്സിനെ വെച്ചിട്ട് തന്നെ വേണം മനസ്സിനെ ഇല്ലായ്മ ചെയ്യാൻ. അപ്പോ ഗൃഹസ്ഥരെ ഈ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കുന്ന ഒരു വസ്തുവാണ് ഭക്തി. അത് ആത്മവിചാരത്തിൽ അധിഷ്ഠിതമായ ഭക്തി, അല്ലാണ്ട് ഫാൻസ് അസോസിയേഷൻ ആകുമല്ല. കൃഷ്ണന്റെ ഫാൻസ്, ശിവന്റെ ഫാൻസ്, ദേവിയുടെ ഫാൻസ്. ഫാൻസുകൾക്ക് ബുദ്ധി ഉണ്ടാവില്ല. അവര് മറ്റേ നടനെ മോശമെന്നേ പറയുന്നത്, രണ്ടാം കടയാണെന്നേ പറയുന്നത്. ഫാൻസ് അവര്. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞത് ഭക്തി ഇൻ ഇറ്റ്സ് ലോവർ സ്ട്രാറ്റ ക്യാൻ അമൗണ്ട് ടു ഫാനാറ്റിസിസം. ഭക്തി അതിന്റെ താഴത്തെ തട്ടുകളിൽ മതഭ്രാന്താവും എന്ന് പറഞ്ഞത് ആ ഒറ്റ കാരണം കൊണ്ടാണ്. ഇന്ന് ധൈര്യപ്പെട്ടിട്ട് അത് പലരും പറയാറില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും ഹിന്ദുമതത്തിനെ പിടിച്ചു നിർത്തേണ്ടത് കൊണ്ട് നമ്മുടെ അകത്ത് തന്നെയുള്ള പലതിൻ്റെയും നേരെ വിരൽ ചൂണ്ടാൻ പേടിക്കുക ആചാര്യന്മാർ. എങ്ങനെ തുറന്നു പറയുക? നമ്മുടെ ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് അവിടെ നടക്കുന്ന വൃത്തികേടുകളൊക്കെ ആദ്യം ചൂണ്ടിക്കാണിക്കേണ്ടതും അതിനെ പൊളിച്ചെടുക്കേണ്ടതും നേരാക്കേണ്ടതും നമ്മളാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ഭയക്കാണ്. അയ്യോ നമ്മുടെ ഈ ധർമ്മം ഇടിഞ്ഞ് താഴെ വീഴുമോ എന്ന് ഭയക്കണ അവസ്ഥയിലെത്തി. അത്രയും ഫ്രജൈലാണ് നമ്മൾ. കാരണം ഭക്തിയുടെ അഭാവമാണ്. ഒരു മഹാക്ഷേത്രത്തിലെ ഒരു വലിയ ആണ്ടുപൂജ അവിടുത്തെ പ്രധാനപ്പെട്ട ആള് തന്നെ മുടക്കിയപ്പോൾ അതിന് എതിരെ അദ്ദേഹത്തിനെ എന്താ പറയുക ബഹുമാനിക്കുന്ന ആളാണെങ്കിലും
ആ ഭരണവ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് പലതും ചെയ്തു കൊടുക്കുന്ന ആളാണെങ്കിലും ഒരു പൊതുമാധ്യമത്തിൽ ഇത് വിമർശിക്കേണ്ട ഗതികേടുണ്ടായ ആളാണ് ഞാൻ. അന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ക്ഷേത്രത്തിൽ ഒരു സാധാ തസ്തികയിലുള്ള ഒരു പാത്രം തേപ്പുകാരൻ തൊട്ട് ആ ക്ഷേത്രത്തിൽ ഈശ്വരന്റെ അച്ഛൻ എന്ന് പറഞ്ഞ് അഭിമാനിച്ചിരിക്കുന്ന ആൾ വരെ, അല്ലെങ്കിൽ അടിച്ചുതളിക്കാരൻ തൊട്ടിട്ട് ആ ഭരണസമിതിയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്ക് വരെ ഭഗവാനോട് സ്നേഹം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകും. ഭക്തി ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. 99% അല്ലെങ്കിൽ 99.9% പേരും ആരാധകരാണ്. കാര്യസാധ്യത്തിന് ഈശ്വരൻ്റെ അടുത്ത് പോകണം. ഏറ്റവും ശക്തിയുള്ള അമ്പലം അന്വേഷിച്ചല്ലേ നമ്മൾ നടക്കണത്? ഏറ്റവും ശക്തിയുള്ള അമ്പലം അന്വേഷിച്ചില്ലേ? ഏറ്റവും ശക്തിയുള്ള അമ്പലം ഇരിക്കുന്നത് അകത്താണ്. ഈ അകത്ത് കിട്ടാത്തത് പുറത്തന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ അകത്ത് കിട്ടാനുള്ള സാഹചര്യങ്ങളാണ് ക്ഷേത്രങ്ങൾ ഒരുക്കി തരുന്നത്. മനസ്സിന് സുഖം കിട്ടുന്ന ക്ഷേത്രങ്ങളുണ്ട് ചില ആൾക്കാർക്ക്. ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. നമ്മൾ പറയും അവിടെ പോയിട്ട് എനിക്ക് എന്തോ സുഖം തോന്നിയില്ല, ഉടനെ നമ്മൾ വിധിക്കും അവിടുത്തെ പൂജ ശരിയല്ല, ഭഗവാൻ ശരി. അതല്ല, ഓരോ ക്ഷേത്രവും നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ ഉള്ളിലുള്ള കുഴപ്പം എന്താണെന്നാണ്. നാളെ മമ്മിയൂർ ക്ഷേത്രത്തിൽ പഞ്ചഭൂത സ്ഥലങ്ങളെ കുറിച്ചാണ് ഭഗവാന്റെ. അതിൽ പ്രധാനമായിട്ടും പറയാൻ നോക്കുന്നതും ഈ വിഷയം. അപ്പോ ഹാലൂസിനേറ്റഡ് ആവരുത്. ഭക്തി കൊണ്ട് ശുദ്ധീകരിക്കുക, വിചാരം കൊണ്ട് പടിപടിയായിട്ട് ദിവസം അല്പമെങ്കിലും ആ ആത്മവിചാരത്തിന്റെ എണ്ണം കൂട്ടി 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 കൊണ്ടുവന്ന് നമുക്കും മുക്തി കിട്ടും എന്ന് ഉറപ്പിക്കുക. ഇത് രണ്ടും വിരുദ്ധമല്ല. ഭക്തിയും ആത്മവിചാരവും വിരുദ്ധമല്ല, വാസ്തവത്തിൽ ഒന്നാണ്. പ്രകാശത്തിനോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥ എന്ന് ഭക്തിക്കൊരർത്ഥമുണ്ട്. അനവധി അർത്ഥങ്ങളുള്ളതിൽ ആത്മവിചാരം പ്രകാശത്തിനോട് നമ്മളിങ്ങനെ ഒന്ന് പോയിട്ട് ഒട്ടുക വരിക, ഒട്ടുക വരിക, ഒട്ടുക വരിക, പിന്നെ അങ്ങോട്ട് ചേരുക. അതുകൊണ്ട് ഭക്തിയും ആത്മവിചാരവും തമ്മിൽ വ്യത്യസ്തമല്ല എന്ന് മാത്രം മനസ്സിലാക്കുക. ഇത് നമ്മൾ ശരിയായിട്ടാണ് ചെയ്യണമെന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളോട് പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കാം. ഒന്ന്, വലിയ വലിയ മാറ്റങ്ങളൊന്നുമല്ല, സൂക്ഷ്മമായിട്ട് അവനവനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും വെദർ വി ആർ ഓൺ ദ റൈറ്റ് പാത്ത് ഓർ നോട്ട്, ശരിയായിട്ടുള്ള വഴിയിലാണോ അല്ലയോ എന്ന്. ഒന്ന്, നമ്മൾ പൊതുവിൽ ഗൃഹസ്ഥർക്ക് ചിന്തകൾക്ക് ഭയങ്കര ഇൻറ്റൻസിറ്റിയാണ്. കുറേ നേരം കഴിയുമ്പോഴാണ് അയ്യോ നമ്മൾ ഇത്രയും നേരം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് മനസ്സിലാവുക. ചിന്തകളുടെ തീവ്രത കുറയും, പ്രത്യേകിച്ച് നെഗറ്റിവിറ്റിയുടെ ശക്തി കുറയും. പിന്നെ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ ഒഴിവാകാൻ തുടങ്ങും. ചെറിയ കാര്യത്തിൽ പോലും ചിലപ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കണവരായിരിക്കും. ആ പൊട്ടിത്തെറിയൊക്കെ പോകും. പൊട്ടിത്തെറിക്കേണ്ട സ്ഥലത്ത് പോലും നമ്മൾ പൊട്ടിത്തെറിക്കില്ല. എന്നിട്ട് നമ്മളെന്നെ ആലോചിക്കുക പണ്ടാണെങ്കിൽ എൻ്റെയൊക്കെ ഒരു സ്വഭാവം എന്തറിയോ എന്ന് പറയും. ആ പൊട്ടിത്തെറി പോലും ഒഴിവായി പോകും. ഉള്ളിൽ സദാ ശ്രദ്ധിച്ച ഒരു നിശബ്ദതയുണ്ട്. വാസ്തവത്തിൽ ആ നിശബ്ദതയെ തന്നെയാണ് അനാഹതം. ആ അനാഹതം അനുഭവിക്കാൻ പറ്റും. ഗുഹൻ എന്ന് നമ്മൾ സുബ്രഹ്മണ്യ സ്വാമി പറയുന്നു. ആ അവസ്ഥ നമുക്ക് കുറച്ചൊക്കെ കിട്ടാൻ തുടങ്ങും. പിന്നെ വേഷം കെട്ടുകളോടും സ്ഥാനമാനങ്ങളോടുമുള്ള മമത കുറയും. കാരണം ഞാൻ എൻ്റെ ഈ ജീവിതത്തിൽ എടുത്തിട്ടുള്ള ഈ റോളല്ല ഞാൻ. നമ്മൾ പലരും നിങ്ങളാരാ, ഞാൻ ഇന്ന ആളാണെന്നാണ് പറയുന്നത്. ഇന്നവിടെ ജോലി ചെയ്യുന്നു, ഇന്ന തറവാട്ടിലെ ഇന്ന ആളുടെ മകൻ, ഇന്ന സ്ഥലത്ത്, ഇതാണ് നമ്മുടെ പരിചയം. അതല്ലടോ, നിങ്ങളാരാ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല അല്ലേ? ആ ഉത്തരത്തിലേക്കുള്ള പോക്കായത് കൊണ്ടാണ് വേഷം, സ്ഥാനമാനങ്ങൾ ഇതിനോടൊന്നും നമുക്ക് ഒരു മമത ഉള്ളാലുണ്ടാവില്ല. പുറത്തുനിന്ന് ആരും അത് പറഞ്ഞ് പഠിപ്പിച്ചാണ്. അങ്ങനെയുള്ള ആൾ രാജ്യത്തിന്റെ പരമാധികാരത്തിൽ ഇരുന്നാൽ പോലും സ്ഥിതപ്രജ്ഞനായിരിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ജീവിത സാഹചര്യങ്ങൾ നമ്മൾ അംഗീകരിക്കും. മറ്റേത് ഇതൊക്കെ എന്താ എനിക്ക് മാത്രം ഉണ്ടാവണം എന്ന് ചോദിച്ചു. കർമ്മഫലം എന്താണെന്നുള്ളതിനെ കുറിച്ച് ശാന്തമായിട്ടും വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടാവും. സത്വം എന്താ, രജസ് എന്താ, തമസ് എന്താന്നൊക്കെ അല്ലാണ്ട് വെറുതെ കാണാപ്പാടം പഠിച്ചിട്ട് കാര്യമില്ല. അത് അനുഭവത്തിൽ വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. കലിയുഗവും ത്രേതായുഗവും ദ്വാപരയുഗവും സത്യയുഗവും ഒക്കെ അവനവൻ്റെ മനസ്സിൽ തന്നെ പല പല സമയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കണമെന്നും അല്ലാണ്ട് 4.5 ലക്ഷം വർഷവും 3 ലക്ഷം വർഷവും ഒന്നും അല്ലാന്നും മനസ്സിലാവും. ആ മൂഡുകൾക്കനുസരിച്ചിട്ട് സാധനയെ ക്രമീകരിക്കാൻ സാധിക്കും. സത്വഗുണം അധികരിച്ചിരിക്കുന്ന സമയത്ത് ഹോമാദികളും യാഗാദികളിലും ഒക്കെ പങ്കെടുക്കാം. സത്വവും രാജസവും ചേർന്നിരിക്കുന്ന സമയത്ത് എന്താ പറയുക, അല്ല ആദ്യം സത്വം വർദ്ധിച്ചിരിക്കുമ്പോൾ തപസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ രാജസവും സത്വവും കൂടെ ചേർന്നിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി പ്രവർത്തിക്കാനും തോന്നുന്നുണ്ട്. എന്നാൽ സത്വഗുണം ഉണ്ട് താനും, അപ്പം ഹോമാദികളൊക്കെ ചെയ്യാം. കുറച്ച് തമസും രാജസവും ആയിട്ടിരിക്കുകയാണെങ്കിൽ പൂജയെങ്കിലും ചെയ്യാം.
മുഴുവൻ തമസ്സാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജപിക്കാം. അപ്പോൾ കലിയുഗവും ത്രേതായുഗവും ദ്വാപരയുഗവും നമ്മുടെ ഉള്ളിൽ തന്നെ ഇന്നലെ രാത്രി, ഇന്നുച്ചയ്ക്ക്, നാളെ വൈകുന്നേരം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് തിരിച്ചറിവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. രമണ മഹർഷി പറഞ്ഞ അനുഭവങ്ങളല്ല, അകത്തുള്ള ശാന്തിയാണ് അതിൻ്റെ അളവ് പോലെ എന്ന് അദ്ദേഹം പറഞ്ഞു. എത്ര ശാന്തി നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അത്രയും നിങ്ങൾ പ്രോഗ്രസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനോഭാവത്തിനെ കറക്റ്റാക്കുക. അവസാനം ആത്മസാക്ഷാത്കാരം എന്നത് ഭാവിയിൽ നടക്കേണ്ട ഒരു കാര്യമല്ല, ഫ്യൂച്ചറിൽ എപ്പോഴോ കിട്ടേണ്ട ഒരു കാര്യമല്ല. ഇവിടുന്ന് പുറപ്പെട്ടു പോയി ഒരു കടയിൽ ചെന്ന് കാശ് കൊടുത്ത് മേടിക്കുക, അല്ലെങ്കിൽ നമ്മൾ കരുതില്ലേ വൃന്ദാവനത്തിലൊന്ന് പോയിരുന്നെങ്കിൽ ജീവിത സാഫല്യമായിരുന്നേനെ. ഇന്ന് തീർത്ഥാടനങ്ങൾ പോലും ദൂരെ എവിടെയാണ് ഭഗവാൻ ഇരിക്കുന്നത് എന്നുള്ള ചിന്തയിൽ നിന്നുണ്ടാവണം. അതുകൊണ്ടാണ് രാധ ആദ്യം മാവിനെറിഞ്ഞ കല്ല്, അല്ലേ, മാങ്ങയ്ക്ക് അമ്മ എറിഞ്ഞ കല്ല്, കൃഷ്ണൻ എടുത്ത് കഴിച്ച വെണ്ണ ഉരുണ്ട് കല്ലായതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയിട്ട് ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്യണം. ആ അവസ്ഥയിലേക്ക് എത്തി. ഇവിടെ ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കാതെ ഓരോ തവണയും നിങ്ങൾ ആത്മവിചാരം ഒരു ചിന്തയുണ്ടായി, ആ ഓരോ തവണയും ആ നിശബ്ദതയിലേക്ക് ഞാൻ എന്ന് പറഞ്ഞ് നിങ്ങൾ മടങ്ങുമ്പോഴും നോക്കൂ ഉടപ്പറപ്പുകളെ, അതൊരു വിജയമാണ്. അത് ഓരോന്നും ഓരോ വിജയമാണ്. ഏതൊരു ചിന്ത ഉള്ളിൽ ഉണ്ടാവുമ്പോഴും ആ ചിന്ത ചിന്തിച്ചത് ആരാണെന്ന് ചിന്തിച്ച് അത് ഞാനാണെന്ന് ആ ഞാൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ആ ബോധത്തിലേക്ക് ഒരു സെക്കൻഡ് പോയാൽ പോലും അത് വിജയമാണ്. അതിൻ്റെ എണ്ണം കൂട്ടാനേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ആത്മസാക്ഷാത്കാരം, മുക്തി എന്ന് പറയുന്നത് എവിടെയോ കിടക്കണ, എപ്പോഴോ കിട്ടേണ്ട, മരിച്ചു പോകുമ്പോൾ കിട്ടേണ്ട ഒന്നാണെന്ന് കരുതണ്ട. അത് ഇപ്പോ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കൂ. അതുകൊണ്ടാണ് തത്താവദ്ഭാതി ഗുരുഭവനപുരേ എന്ന് പറയാൻ കാരണം. അത് ഗുരുവായൂർ പൊന്നാനി താലൂക്കിലെ, പഴയ പൊന്നാനി താലൂക്കിൽ, ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ സ്ഥലമല്ല. ഗുരുവായ വായു ഓടുന്ന പുരം, ഈ ശരീരം ഇവിടെ ഇരിക്കുന്നു. ആ ബ്രഹ്മതത്വം അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. കഷ്ടം, ജനങ്ങളുടെ ഭാഗ്യം ജനങ്ങൾ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന്. നമ്മൾ അഹോഭാഗ്യം ജനാന എന്നുള്ള അർത്ഥത്തിനാണ് ഹന്തഭാഗ്യം എന്ന് പറയുക. ഭട്ടതിരി കോൺട്രഡിക്ടറി ആയിട്ട് ഉപയോഗിച്ചിരിക്കണം. ആരും പറയാറില്ല എന്താ ഈ ഹന്ത എന്ന് പറയാറ്. ഹന്ത കഷ്ടം, കഷ്ടം എന്നാ. കഷ്ടം എന്താ ഭാഗ്യം എന്ന് ആരെങ്കിലും പറയൂ? അതെന്താ അങ്ങനെ പറഞ്ഞേ? മനസ്സിലാക്കണില്ലല്ലോ. ഒരു വിലാപം. ആ ബോധത്തിലേക്ക് ഓരോ തവണ ഞാൻ എന്നതിലേക്ക് മടങ്ങുന്നതും വിജയമാണ്. എത്ര തവണ ഗുരുവായൂർ പോയി തൊഴുതു, എത്ര തവണ മൂകാംബിയെ പോയി തൊഴുതു, എത്ര തവണ ശബരിമലയിൽ പോയി എന്നുള്ളതല്ല. നിങ്ങൾ നിങ്ങളിലേക്ക് മടങ്ങിയോ? എത്ര തവണ മടങ്ങി? അങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് എത്ര തീർത്ഥാടനം നടത്താം? ഓരോ സെക്കൻഡിലും നിങ്ങൾ മടങ്ങുമ്പോഴും ഒരു തീർത്ഥാടനം നടക്കണം. യഥാർത്ഥ തീർത്ഥസ്നാനം ആത്മാവിലെ സ്നാനമാണ്. അതുകൊണ്ട് ഓരോ തവണ ഞാനെന്നുള്ളതിലേക്ക് മടങ്ങണ ഒരു വിജയമാണെന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ഓരോ നിമിഷത്തെയും ആ മനസ്സിന്റെ വിശ്രമം, അതാണ് യഥാർത്ഥ വിശ്രമം. അല്ലാണ്ട് മൊബൈൽ ഫോൺ എടുത്ത് പോയിട്ട് കട്ടിലിൽ കയറി ഇരുന്നിട്ട് തോണ്ടലല്ല വിശ്രമം. യഥാർത്ഥ വിശ്രമം അവനവനിലേക്കുള്ള മടങ്ങുമ്പോൾ മനസ്സ് അടങ്ങിയിരിക്കണം. ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ ദൂരെ ഇരിക്കുന്ന മനസ്സിനെ ഒന്ന് കൊണ്ടുവരും. ആ വിശ്രമവും ധാരാളം. ജീവിതം അതിൻ്റെ ഒഴുക്കിൽ, അതിൻ്റെ വഴിക്ക് നടന്നു പോകും. അതും നമ്മൾ അംഗീകരിക്കുക. അതുകൊണ്ട് ഒരു യുദ്ധം ജയിക്കണ പോലെയൊന്നും അല്ല, മറിച്ച് ഒരു കല്ലിൽ, ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ കിടക്കണ ഒരു കല്ല്, ആ കല്ല് അവിടെ കിടക്കണ്ടായിരുന്നു വെള്ളച്ചാട്ടം വരണതിന് മുമ്പ്. ആ കല്ല് കല്ലായിട്ട് കിടക്കുകയാണ്. വെള്ളം എങ്ങനെ വീഴാൻ തുടങ്ങി. കാലങ്ങൾ കഴിയുമ്പോൾ അതിലിങ്ങനെ തേഞ്ഞ് 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 പോകുന്ന പോലെ നിരന്തരധാരയായിട്ട് ആത്മവിചാരം ചെയ്യാൻ സാധിച്ചാൽ, നിരന്തര സ്മരണയായിട്ട് ഭഗവാനെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ സാധിച്ചാൽ, ആ കല്ലാകുന്ന വാസന ചിന്തകളൊക്കെ തേഞ്ഞ് 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 പോകും. ഓരോ തേയലും ഓരോ തുള്ളി വീഴലും ഒരു വിജയമാണ്. അങ്ങനെ മാത്രം മനസ്സിലാക്കുക. അതുകൊണ്ട് ഏതൊരു ചിന്ത ഉദിക്കുമ്പോഴും അത് ആർക്കുണ്ടായി എന്ന് ശ്രദ്ധിക്കുക. ആ ഉറവിടത്തിൽ ഞാൻ എന്നുള്ള ബോധത്തിൽ യാതൊരു സമ്മർദ്ദങ്ങളോ പ്രതീക്ഷകളോ ഇല്ലാതെ വിശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പിന്നെ ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കിയിട്ട് ആ രമണ ഭഗവാന്റെ പ്രപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഈ എളിയ പ്രഭാഷണത്തിനെ സമർപ്പിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കും. ഞാൻ എന്തെങ്കിലും നല്ലത് പറഞ്ഞെങ്കിൽ ആ ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ എന്തെങ്കിലും അബദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. സദയം ആചാര്യന്മാർ ഞാൻ പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടു ഈ ആശ്രമത്തിൻ്റെ ഭാരവാഹികളോട്, പ്രത്യേകിച്ച് സ്വാമിനാഥൻ മാഷ്, നിർഗഞ്ചേട്ടൻ, അതേമാതിരി തന്നെ ഞാൻ ഇവിടേക്ക് വരാൻ കാരണമായിട്ടുള്ള എൻ്റെ സുഹൃത്ത് ജിതേഷ്, ഇവർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഷൺമുഖേട്ടനെയും മനസ്സിൽ ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് അവസാനിക്കുന്നു.
നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര